പ്രൈസ് ലോഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഈവനിങ്ങിലെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നമ്മളായിരിക്കുന്നിടത്തൊക്കെ വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കുമാറാകണം. ദൈവപ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ ആണിപ്പാട്ടുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം വിശ്വാസത്തിൻ്റെ വർധനവിനും ആത്മീക ധൈര്യത്തിനും ഒക്കെ കാരണമായി തീരണം. ഞങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് കർത്താവ്. ലോകത്തിൻ്റെ വിവിധ ഭാരത്ത് കർത്താവ് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളും നീ സഹായിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്ര സകല മാനമോഹത്തോടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചത്തെ നമ്മുടെ രണ്ടാമത് നമ്മൾ എൻ്റെ കഥ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് നമ്മളൊരു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ കഥ നമ്മൾ സാക്ഷ്യം കൊണ്ടുവന്നിരുന്നു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആ വീഡിയോ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആക്കേണ്ടതായിട്ട് വന്നു. പ്രേക്ഷകർക്കറിയാമല്ലോ, അമ്മച്ചി സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളിൽ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. അമ്മച്ചി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. അമ്മച്ചി ആയിരിക്കുന്ന സ്ഥലത്തൊന്നും വിശ്വാസികളില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നമുക്ക് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ കഥ നമുക്കങ്ങനെ വിഡ്രോ ചെയ്യേണ്ടി വന്നതുകൊണ്ട് രണ്ടാമത് ഒരു എപ്പിസോഡ് കൂടെ ഈ ആഴ്ച തന്നെ നമ്മൾ കൊണ്ടുവരികയാണ്. വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പെരുമ്പാവൂരിൽ നിന്നല്ലേ, പെരുമ്പാവൂരിൽ നിന്ന് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് പ്രിയ സിസ്റ്റർ സിസിലി വർഗീസാണ്. പ്രിയ സിസ്റ്ററെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിസ്റ്റർ. ലൈവിലാണേ. പെരുമ്പാവൂരാണല്ലേ? അതെ അതെ, എറണാകുളത്തിനൊക്കെ അടുത്തായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററുടെ മോള് സ്റ്റേനി അല്ലേ? സ്റ്റെനി ബിബിൻ. സ്റ്റെനിയാണ് നമ്പർ ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ മമ്മിക്ക് നല്ലൊരു സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പം മോക്കൊരു വലിയ ആഗ്രഹം, മമ്മിയുടെ സാക്ഷ്യം ആസാദിയിലൂടെ എല്ലാവരും കേൾക്കണം. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. എനിക്കൊന്ന് സിസ്റ്ററാണ് കുടുംബത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയതല്ലേ? മോളും ഹസ്ബൻഡും ഒക്കെ പിന്നീടാണ് വന്നത്. രണ്ട് ഫാമിലിയിലും ഞങ്ങൾ ആദ്യമായിട്ട് വന്നത്. അപ്പം അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തോടു കൂടെ നിന്നതിൻ്റെ അനുഭവങ്ങൾ അപ്പോൾ മോള് തന്നെ അങ്ങനെ റെക്കമെൻഡ് ചെയ്തപ്പോൾ അത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി ആ ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നാടും വീടുമൊക്കെ വീട്ടുകാരിയുമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടാനുള്ളൊരു സാവകാശം ഉണ്ടാകും. അപ്പോൾ സിസ്റ്റർക്ക് ജനിച്ചു വളർന്ന സ്ഥലം, കുടുംബത്തെക്കുറിച്ച്, മോളെക്കുറിച്ച്, സ്റ്റെനിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, എന്നാലും കുടുംബത്തെക്കുറിച്ച് എല്ലാം ഒന്ന് ഇൻഫർമേഷനൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഓക്കെ, നമ്മുടെ ഇപ്പോഴുള്ള വീടിന്റെ കാര്യങ്ങളാണോ? അതെ, നമ്മള് ജനിച്ചു വളർന്ന അങ്ങനെ ഇതാണോ? ജനിച്ചു വളർന്ന സ്ഥലവും വീടും മാതാപിതാക്കളും സഹോദരങ്ങളും പിന്നെ സിസ്റ്ററുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ള കുടുംബവും ഒക്കെ പറയാം കേട്ടോ. നമ്മള് പറഞ്ഞല്ലോ, എറണാകുളം ജില്ലയിലാണ്. അവിടെ ഇപ്പൊ ഞങ്ങള് പെരുമ്പാവൂരിനടുത്താണെങ്കിലും എന്റെ സ്വന്തം ജന്മസ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം അങ്കമാലി അടുത്ത് തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ സിറിയൻ യാക്കോബായ കുടുംബത്തില് ഒരു കർഷക കുടുംബമാണ്. അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥികമായ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരുന്നല്ലോ. അപ്പൊ എന്റെ മാതാപിതാക്കൾ ഒരു കർഷകരായിരുന്നു. ഒരു 5 പെൺകുട്ടികളാണ്, പെൺമക്കളാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പൊ നമുക്കറിയാം അന്നത്തെ സാഹചര്യത്തിലൊക്കെ ഒത്തിരി കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള സമയങ്ങളാണ്. അപ്പം പിന്നെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പിതാവ് അങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലാത്ത ആളായിരുന്നു. പിന്നെ അമ്മയുടെ മേലാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും. അപ്പൊ 5 പെൺകുട്ടികൾ കൂടി ആയിപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. പക്ഷെ ഏറ്റവും ഇളയത് ഞാനായതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വീട്ടില് കണ്ടെങ്കിലും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഏറ്റവും ഇളയ കുഞ്ഞായതുകൊണ്ട്. പക്ഷെ മറ്റവരൊക്കെ ഒത്തിരി വിദ്യാഭ്യാസം ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. എന്റെ മൂന്നാമത്തെ ചേച്ചി എയർപോർട്ടിന്റെ ഒക്കെ
4 ചേച്ചിമാരും എയർപോർട്ടിന്റെ ആ ഭാഗങ്ങളൊക്കെയാണ്, അവരടുത്ത് തന്നെയാണ്. പാലശ്ശേരി, മേക്കാട്, നായത്തോട്, കിടങ്ങൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പൊ എന്നെ മാത്രം ഒരു ഒരു 25 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്, അതായത് എയർപോർട്ടിന്റെ ഒക്കെ അവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇപ്പൊ എന്നെ വിവാഹം ചെയ്ത്. ഇന്നൊന്നും അതൊരു പ്രശ്നമല്ല, പക്ഷെ അന്നൊക്കെ ഒത്തിരി ദൂരാന്ന് തോന്നിപ്പോകും. അത്ര നമുക്ക് ഒത്തിരി ട്രാവലിംഗ് ഒക്കെ കുറവുള്ള സമയങ്ങളാണല്ലോ. പക്ഷെ എന്റെ ഇപ്പൊ 3 മക്കളെയും വിവാഹം ചെയ്തത് ഒത്തിരി ദൂരം. നിലമ്പൂര്, പിന്നെ പത്തനാപുരം, രണ്ടാമത്തെ ക്രിസ്റ്റേനി പത്തനാപുരം അടുത്താണ് വിവാഹം ചെയ്തേക്കുന്നത്. മറ്റേ ഇളയാള് പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ്, പക്ഷെ UK-യിലാണ് അവർ സെറ്റിൽഡ്. അപ്പൊ അങ്ങനെ ഒത്തിരി ദൂരം. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് ഒത്തിരി ദൂരം എന്നൊക്കെ തോന്നി. പിന്നെ അതിനപ്പുറമായിട്ട് നമ്മൾ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോന്നു. കൃഷിയൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ ഞാൻ ചെറുപ്പം മുതലേ അമ്മയുടെ ഒത്തിരി കഷ്ടപ്പാട് ഇങ്ങനെ കണ്ടു വളരുക. പക്ഷെ ആള് നല്ല മിടുക്കിയാണ്. ഇന്നും ഇന്നും ജീവിച്ചിരിപ്പുന്നുണ്ട്. 100 വയസ്സുണ്ട്. ഇപ്പൊ ഈ ഒക്ടോബറിൽ 100 വയസ്സ് തികയ. പക്ഷെ നമ്മളെക്കാളൊക്കെ ഭയങ്കര ഓർമ്മയാണ് എനിക്ക്. ഞാൻ എന്ന് സാക്ഷ്യം പറഞ്ഞാലും എന്റെ അമ്മയുടെ കാര്യം പറയും. കാരണം ഇന്നും നല്ല ഓർമ്മശക്തിയാണ്. നമ്മളിപ്പോ ഒരു സങ്കീർത്തനം തന്നെ പിള്ളേരോട് മറ്റുള്ളവരോട് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടിയേ പറയുന്നു. പക്ഷെ അത് പറയാൻ തുടങ്ങി 22 സങ്കീർത്തനങ്ങൾ കാണാതെ പറയും. പിന്നെ വെളിപ്പാട് 22 അധ്യായം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 51 വാക്യങ്ങൾ, അതിലെ ഏത് വാക്യം വരെയാന്നൊക്കെ പറയും. ഇപ്പോഴും നല്ല ഓർമ്മ. ഇപ്പൊ ആളുടെ ഒരു ദൈവം കൊടുത്തേക്കുന്നത് ആനന്ദം പറഞ്ഞാൽ വചനം പഠിക്കുക, പറയുക, ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന് ഇങ്ങനെ പറഞ്ഞോളും. അതൊരു വലിയൊരു താനന്ദ ദൈവം കൊടുത്തേക്കുന്നത്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിന്റെ അടുത്ത് ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അടുത്താണ് അമ്മ. ഞാൻ കടന്നു പോയി അമ്മയായിട്ട് കണ്ട് സന്തോഷത്തോടെ പോരാൻ. അത്യാവശ്യം ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കരുതുകയും, അങ്ങനെ ഒത്തിരി നല്ലൊരു മാതൃകയുള്ള അമ്മയായിരുന്നു. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ പറയായിരുന്നു, ഒരു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അങ്ങനെ അവര് നമുക്കറിയാം, അന്ന് ഒരാളുടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത ആളുടെ വിവാഹം, മറ്റാളുടെ ഡെലിവറി. അപ്പൊ മറ്റേ എന്റെ 4 ചേച്ചിമാർക്കെല്ലാം 2 മക്കളാണ്. എനിക്ക് 3 പെൺകുട്ടികള്. അപ്പൊ അമ്മയ്ക്ക് 5 പെൺകുട്ടികള്, എനിക്ക് 3 പെൺകുട്ടികള്. അപ്പൊ അമ്മയാണെങ്കിലും ഒരാൺകുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഓരോ തവണയും പെൺകുട്ടി പെൺകുട്ടി. അപ്പൊ ഞാനങ്ങ് ഉണ്ടായപ്പോ അങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ ഒത്തിരി അങ്ങ് കരഞ്ഞൂന്ന്. കാരണം അപ്പനാണെങ്കിൽ കഴിവില്ലാത്തൊരു ആള്, ആൺകുട്ടികളില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഒത്തിരി ഭാരത്തോടെ കരഞ്ഞു. പക്ഷെ അടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാ. ഏലമ്മ ചേച്ചി, ഏലമ്മ എന്നാണ് അമ്മയുടെ പേര്. അവള് ഒരാണിന്റെ ഫലം തരും, അതുകൊണ്ട് ഭാരപ്പെടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അല്ല, അവര് പറഞ്ഞപ്പോ അമ്മ അങ്ങനെ കരയുവാനിടയായി. അങ്ങനെ ഒത്തിരി കഷ്ടതയോടെ വളർത്തി. എന്നാൽ ദൈവം ഒത്തിരി കൃപ ദൈവം അമ്മയ്ക്ക് കൊടുത്തു. നല്ലൊരു സാമർഥ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ. അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ 5 പേര് അതാത് സമയങ്ങളിൽ വിവാഹം ചെയ്തു. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലങ്ങളിലും അന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ട്യൂഷന് വിട്ടപ്പോ ഒരു 10 രൂപ മതി ട്യൂഷന് വിടാൻ. എന്നാൽ അതുപോലും കൊടുക്കാതിരുന്നതുകൊണ്ട് ട്യൂഷൻ മോള് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അത്യാവശ്യം ദൈവകൃപയെ പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നുകൊണ്ട് സാറ് പറഞ്ഞു, ട്യൂഷൻ ഫീസ് വേണ്ട, മോള് വന്ന് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ 10ാം ക്ലാസ്സിൽ അന്ന് NSS മാണിക്യമംഗലം, കാലടിക്കൊക്കെ അടുത്ത് മാണിക്യമംഗലം, ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ 10ാം ക്ലാസ്സില് അന്ന് ആകെ 7 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡിസ്റ്റിങ്ഷനും ബാക്കി ഫസ്റ്റ് ക്ലാസ്. അതിലൊരു ഫസ്റ്റ് ക്ലാസ് പാസ്സാവാൻ ദൈവം കൃപ ചെയ്തു. അത് 84-ലാണ്. എന്നാൽ വീണ്ടും അങ്കമാലിക്കടുത്ത് മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞാൻ എന്നെ ചേർത്തു. അവിടെ തൊട്ടടുത്ത് ഇപ്പൊ അമ്മയായിരിക്കുന്ന ആ ചേച്ചിയുടെ വീടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ പഠിക്കാനായിട്ട് ഇടയായത്. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ശരിക്കും സെക്കൻഡ് ഇയർ എക്സാമിന്റെ ടൈം, ബയോളജി, അതായത് അന്ന് പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിപ്പിച്ച് നേഴ്സിങ്ങിനൊക്കെ വിടാം, കാരണം എന്നെയാണല്ലോ ഒത്തിരി പഠിപ്പിക്കുന്നത്, ഞാനും അത്യാവശ്യം പഠിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചിന്തയിൽ വീട്ടുകാരൊക്കെ ഇരിക്കുക. കാരണം എല്ലാ ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. അപ്പം അവർക്ക് എന്നിലായിരുന്നു ഒരു പ്രതീക്ഷയൊക്കെ ഇരുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ തിയറി കഴിഞ്ഞ ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് വിവാഹാലോചനയായിട്ട് എന്റെ ഒരു കസിൻ, എന്റെ അമ്മായിയുടെ മകളുടെ ഭർത്താവ് അങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ശരിക്കും സ്റ്റഡി ലീവിന് എന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. പക്ഷെ എന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അവിടെ വന്നപ്പോ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നു. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത, ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാം അറിയും, നമുക്കൊരു വിവാഹം അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്തൊരു സാഹചര്യം. പക്ഷെ അവിടെ അങ്ങനെ ആലോചന വന്നു.
അപ്പൊ ഞാൻ നമുക്ക് ഇന്നത്തെ പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഇളയ മോൾക്ക് 22 വയസ്സിൽ വരെ ആലോചന വന്നിട്ട് അവൾ ഒത്തിരി കരച്ചിലായിരുന്നു. എനിക്ക് ഇപ്പൊ എങ്ങനെ മമ്മീനെ വിവാഹം ചെയ്തോണ്ട് എന്നെയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു പിള്ളേരെല്ലാവരും തന്നെ. പക്ഷെ അന്ന് നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും അറിയത്തില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അന്ന് ഗൾഫുകാരെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അന്ന് ആള് ഇറാഖിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ആലോചന വന്നു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ വിവാഹം നടത്തി പെട്ടെന്ന് തന്നെ. പക്ഷെ ഇനി എങ്ങനെയാ വിവാഹ ജീവിതം എങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പെരുമ്പാവൂരിനടുത്ത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് പനിച്ചയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നാൽ ഞങ്ങളുടെ തറവാട് നെടുങ്ങപ്ര എന്ന സ്ഥലത്ത്, അവിടെയാണ് എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പൊ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോ വളരെ പ്രതീക്ഷയോടെ, അതൊരു പിതാവിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല, പിന്നെ സഹോദരന്മാരില്ല, പിന്നെ നമ്മളൊരു പ്രതീക്ഷ, നമുക്കൊരു എപ്പോഴും ഇത് മനുഷ്യന്റെ കാര്യം സ്നേഹിക്കുക. അമ്മ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ അമ്മയുടെ ആ ഉത്തരവാദിത്തങ്ങള്, ഒത്തിരി കഷ്ടതകൾ ഇങ്ങനെ പാടത്ത് കൊയ്യാൻ പോവല്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേച്ചിമാരും കൂടും. ഞാൻ പിന്നെ ഇളയ അതുകൊണ്ട് എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചുരുട്ടൊക്കെ ചുമക്കലും കൊണ്ടുവന്ന് നെല്ല് മെതിക്കാനൊക്കെ അങ്ങനെയൊക്കെ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യും. പക്ഷെ പിന്നെ ദൂരെ ഇങ്ങനെ പാടത്തൊക്കെ കഞ്ഞി കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിരിക്കുമ്പോ തന്നെ ഇങ്ങനെ സ്കൂളിൽ പോണ സമയത്തായിരിക്കും കഞ്ഞിയൊക്കെ കൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ ജോലിക്കാരും ഉണ്ടാവല്ലോ, അവർക്ക് കൊണ്ട് കൊടുക്കാൻ. അതും അങ്ങനെ കാലടി അടുത്ത് ശങ്കര കോളേജ് എന്ന് പറഞ്ഞ ആ കോളേജിന്റെ താഴെ വരെ ഒരുപാട് തരം ഇങ്ങനെ നടന്നൊക്കെ പോണായിരുന്നു. അപ്പൊ അന്നത്തെ ആ ബുദ്ധിമുട്ട് ആ സമയങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെട്ട് അമ്മയുടെ ആ ബുദ്ധിമുട്ടും, ചേച്ചിമാരൊക്കെ ജോലി ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി. പിന്നെ അമ്മയുടെ അല്ലെങ്കിൽ എന്റെ അപ്പന്റെ അമ്മ എന്ന് പറഞ്ഞ അമ്മയോട്, അമ്മ നല്ല മിടുക്കി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാ മറ്റുള്ളവരോട് സന്തോഷിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് അങ്ങനെയൊക്കെ പറയൂല, അമ്മായിമ്മ പോരും എന്നൊക്കെ പറയുന്ന രീതിയിൽ അമ്മയോട്, അമ്മ അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം, അമ്മ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക, അത് സന്തോഷിക്കണേനും പകരം അമ്മയോട് അങ്ങനെ ഒത്തിരി ഇത് അവിടെയായിപ്പോ അമ്മയ്ക്ക് പലപ്പോഴും പിന്നെ ഈ അപ്പച്ചനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ അമ്മ വിചാരിച്ചു ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കാനൊക്കെ പല രീതിയിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെയൊക്കെ ഓർത്തിട്ട് അമ്മ അങ്ങനെ പിന്നെയൊക്കെ പറയും ആള്. പക്ഷെ ദൈവം അങ്ങനെ കാര്യങ്ങൾ ഒത്തിരി കഷ്ടപ്പെടാനൊക്കെ ചെയ്തു. അങ്ങനെ ആണ് ഞാൻ വിവാഹം ചെയ്തത്. അപ്പൊ ഈ 17 വയസ്സിൽ വിവാഹം വന്നു കഴിഞ്ഞപ്പോ അമ്മയും വിചാരിച്ചു ഇനി എന്റെ ഉത്തരവാദിത്വം, കാരണം വേറെ സഹോദരങ്ങളില്ല, അപ്പൻ ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നാ വിവാഹം ചെയ്ത് വിടാന്നുള്ള ഒരു ചിന്തയില് ചിന്തിച്ചു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ വിവാഹം ചെയ്ത് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും അറിയാം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെങ്കിലും ഇങ്ങനെ അതിനുള്ള പ്രായമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ അത് പറഞ്ഞിട്ടാണ് വിവാഹം നടത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ, പക്ഷെ എല്ലാം ചെയ്യാൻ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുകയും എല്ലാം. ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ ഇളയ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടെ 5 മക്കളാണ് ഞങ്ങൾ. അവിടെ 5 പെൺമക്കൾ, ഇവിടെ 2 ആൺമക്കളും 3 പെൺമക്കളുമാണ്. അതിൽ ഏറ്റവും മൂത്തതാണ് ചേട്ടൻ. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഗൾഫിന് പോകുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മാസമായപ്പോഴേക്കും ഇറാഖിലേക്ക് പോയി. അപ്പൊ എനിക്കും ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോയ എന്തോ ഒരു അനുഭവങ്ങളൊക്കെ പോലെ ആയി. പക്ഷെ അവിടെയും ദൈവം നമ്മളെ ഓരോ പിരീഡിലും ഇങ്ങനെ കടത്തിവിട്ട് പണിതെടുക്കുകയാണല്ലോ. അപ്പൊ ദൈവം നമ്മളെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് യാക്കോബ പള്ളി ഇവിടെ കുറുപ്പമ്പടിയിലാണ് ഞങ്ങളുടെ ഇടവകയായിരുന്നു. ഒരു ചടങ്ങ് പോലെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ. യേശുമായിട്ടൊരു ബന്ധം നമുക്ക് ഇല്ലല്ലോ, നമ്മളൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ പോകും. ആ സമയത്ത് അങ്ങനെ ആള് ഒരു മാസമായി അങ്ങനെ ഇരിക്കുമ്പോ ഒരു മാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പോകാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് 17 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല വിവാഹം നടന്നപ്പോ. അങ്ങനെ 17 വയസ്സിലാണ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ല. അപ്പൊ അങ്ങനെ ആള് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഒരു വർഷമായപ്പോഴേക്കും ആണ് ഇറാഖ് കുവൈറ്റ് യുദ്ധം. ആ യുദ്ധത്തില് പിന്നെ പ്രശ്നങ്ങളായി. ആള് നാട്ടിൽ വന്നു. അതിന് കുറച്ചാളൊക്കെ നാട്ടിലുണ്ടായിരുന്നു. വീണ്ടും ഈ വീടിന്റെ ഉത്തരവാദിത്വം, പിന്നെ അപ്പച്ചനും അമ്മയും ഇച്ചിരി പ്രായമായതാണ്. മറ്റു 2 സഹോദരിമാരെ ഹസ്ബൻഡ് തന്നെയാണ് വിവാഹം ചെയ്ത് അയച്ചത്. പിന്നെ ഇളയ സഹോദരി ഉണ്ട്, ആ സഹോദരിനെയും ഞങ്ങള് തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഒരു ഏജ് ഒക്കെയാണ്. അപ്പൊ ആ സഹോദരി, പക്ഷെ എന്റെ ഹസ്ബൻഡും ഞാനും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ആളവിടെ ഭയങ്കര ഏറ്റവും മൂത്തതും ഒത്തിരി ഉത്തരവാദിത്തം ആ ഒരു ഇതിലിരിക്കുന്നു. ഞാൻ ഏറ്റവും ഇളംപിള്ളയായിട്ട് ഇതായിട്ട് വളർന്നിങ്ങ് വന്നത്. അപ്പൊ ഒത്തിരി അതിന്റെ ഗ്യാപ്പും ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും നമ്മളന്ന് അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പയാണെങ്കിൽ പിള്ളേര് സമ്മതിക്കത്തില്ല. പക്ഷെ
അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവം നമ്മെ തക്കതായ തുണയാണ് ദൈവം തരുന്നത്, നമുക്കറിയില്ലെങ്കിലും. പക്ഷെ എല്ലാം ദൈവം നന്നായി ചെയ്യുന്ന കർത്താവാണല്ലോ. അപ്പൊ എല്ലാം നന്നായി കർത്താവ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് നാട്ടിൽ നിന്നു. അപ്പൊ പോയിട്ട് വന്നിട്ട്, ഇറാഖിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു കുഞ്ഞുണ്ടായി. മൂത്തയാള് അവരിപ്പോ കർത്താവിന്റെ വേലയില് നിലമ്പൂര് IPC ചർച്ചിലാണ് ചർച്ച് മിനിസ്ട്രി ആയിട്ട്. അപ്പൊ അവര് മോളുടെ വിവാഹം കഴിയുന്നതിന് മുമ്പേ തന്നെ അവരുടെ പപ്പ പാസ്റ്റർ ആയിരുന്നു. ആ മോന്റെ സ്റ്റീഫൻ മാത്യു എന്നാണ് മോന്റെ പേര്. മോന്റെ പപ്പ പാസ്റ്റർ ആയിരുന്നു. പക്ഷെ പപ്പ അമേരിക്കയ്ക്കൊക്കെ ശുശ്രൂഷയായിട്ട് പോയപ്പോ പിന്നെ മോനെ ആണ് ഓർഡിനേഷൻ ചെയ്ത് അങ്ങനെ അവിടെ ആയിരുന്നു. അപ്പൊ അവരുടെ സ്ഥലം കൊടുത്ത് IPCയോട് ചേർന്ന് അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. നടുവത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടൂരടുത്ത്. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട മോനാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെ ആ മോള് കുഞ്ഞായിരിക്കും അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് വീണ്ടും ആള് മസ്കറ്റിന് പോയി. എന്നാൽ ആളും അങ്ങനെ ഹസ്ബൻഡ് മുഖേനയാണ്. വീട് വളരെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. പക്ഷെ ആള് ഇങ്ങനെ അറിവായ്പ തുടങ്ങിയാണ് ആ കുടുംബത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. നന്നായി പഠിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടേക്കുന്നത്. പക്ഷെ പഠിച്ചിനി ഒരു ജോലിയൊക്കെ ആകുമ്പോഴേക്കും ഈ കുടുംബത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ അവരുടെ അവസ്ഥ എന്താവുന്ന ഓർത്ത ആള് അതിനു മുമ്പേ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. സൈക്കിൾ ഷോപ്പ്, അങ്ങനെ ഓരോ ഷോപ്പുകള്, പിന്നെ കനാൽ ഇങ്ങനെ പണികൾ കാര്യങ്ങൾ, അങ്ങനെ ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് പിന്നെ ഷോപ്പൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ഇതായി. പിന്നെയാണ് ഗൾഫിന് 82-ൽ പോയി എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ കല്യാണം ഇറാഖിന് ആള് 82-ൽ പോയി. 86-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പൊ അങ്ങനെ ആണ് പിന്നെ വന്നു കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം വീണ്ടും മസ്കറ്റിന് പോയി. അവിടുന്ന് വീണ്ടും കുറച്ച് ഒരു ആൾക്ക് അങ്ങനെ ഒട്ടും പോവാൻ താല്പര്യമില്ല. കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ കുടുംബത്തോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയുള്ള മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇപ്പൊ എന്നോടാണെങ്കിലും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഞാനീ ചെറുത് ഇങ്ങനെ അല്ലെങ്കിൽ ഒത്തിരി പ്രായമില്ലാത്തതുകൊണ്ട് എനിക്ക് എന്നെ പക്വത ആക്കാൻ വേണ്ടി പറയണതായിരിക്കും. ഇങ്ങനെ അത് കണ്ടോ, അവരെ കണ്ടോ, ഇവരെ കണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും. അങ്ങനെ ഞാൻ വിചാരിച്ച എന്റെ അമ്മേനെ കണ്ടാണ് എന്നെ വിവാഹം ചെയ്യുക. അമ്മയ്ക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് അപ്പൊ എനിക്കും അങ്ങനെ കഴിവുണ്ടാവും എന്ന് ചിന്തിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഒരു കഴിവില്ല എന്നുള്ള കാരണം എന്റെ ഏജ് അങ്ങനെയല്ല. പിന്നെ അന്നത്തെ ആ ഒരു പക്വതക്കുറവ്. പക്ഷെ ആള് നല്ലതിന് വേണ്ടി പറയണെങ്കിൽ എന്റെ ചിന്ത എനിക്ക് കഴിവില്ല, എന്നിൽ അങ്ങ് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അങ്ങോട്ട് നിറയാൻ തുടങ്ങി. എനിക്ക് കഴിവില്ല, ഞാൻ എന്തിനാ ജീവിക്കണെന്നൊക്കെ ഇങ്ങനെ പിശാച് ഓരോ ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരുന്നു. എനിക്ക് ജീവിക്കുന്ന എന്തിനാ, അങ്ങനെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ ആൾക്ക് എന്നെ സ്നേഹമുണ്ട്, എനിക്ക് അങ്ങോട്ടൊക്കെ സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ യേശുവിൽ അറിയാത്തത് മുഖാന്തരം ആ പാരമ്പര്യത്തിലൊക്കെ കിടക്കുമ്പോ പിശാചാണല്ലോ പിന്നെ നമ്മളെ ഭരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തകർക്കുക, മുടിക്കുക. പിന്നെ ദൈവിക പദ്ധതിയുള്ള ഒരാളെ കുറിച്ച് എപ്പോഴും പിശാചിന് അവരെ തകർക്കണം, എങ്ങനെയെങ്കിലും അവരുടെ കുടുംബജീവൻ തകർക്കണം, അല്ലെങ്കിൽ അവരെ തകർക്കണം, അതൊക്കെയാണല്ലോ. പക്ഷെ അതൊന്നും നമുക്കറിയുന്നില്ലല്ലോ. പക്ഷെ എന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നിരാശ, പക്ഷെ ആരോടും പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. എന്നാൽ അന്നൊന്നും ആള് ഒത്തിരി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മദ്യപാനമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആള് പിന്നെ വീണ്ടും മസ്കറ്റിന് പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു കുഞ്ഞും കൂടി ആയി. അതിനുശേഷം കുറച്ചാള് കഴിയുമ്പോ പിന്നെയും അങ്ങനെ വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് തോന്നും. ഇവിടെ നിൽക്കുമ്പോ പൈസയൊക്കെ ഇല്ലാണ്ട് വരുമ്പോ ബുദ്ധിമുട്ട്, അവിടെ നിൽക്കുമ്പോ ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. ആ കുടുംബം എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വീണ്ടും പോയി. അവിടെ അങ്ങനെ കുവൈറ്റില് ഒരു 2 വർഷത്തിന്റെ അടുത്ത് നിന്ന് ആവാറായപ്പോ എനിക്ക് ഇതുപോലെ 2 കുഞ്ഞുങ്ങളുണ്ട്. അന്ന് എനിക്ക് 24 വയസ്സുള്ളൂ. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വളരെ ശക്തമായിട്ട് വയറുവേദന വരാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ പല ഹോസ്പിറ്റലൊക്കെ കടന്നുപോയി. അപ്പം പലരും ഒത്തിരിയൊക്കെ അതൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ശരിയായ രീതിയിൽ എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു 5-6 കിലോമീറ്റർ അടുത്ത് കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ കടന്നു നിന്ന് ഗൈനക്കോളജിനെ കണ്ട് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോ പറഞ്ഞു യൂട്രസിന് ഇൻഫെക്ഷനാന്ന് പറയാനിടയായി തീർന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ 10 ദിവസം അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ക്യാൻസർ സെന്ററിൽ കടന്നു പോകണമെന്ന് പറഞ്ഞു. കലൂര്
ക്യാൻസർ സെന്ററിൽ പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമുക്ക് അന്നൊക്കെ അങ്ങനെ കേൾക്കുമ്പോ ഞാൻ ചെറുപ്പമാണ്, 2 കുഞ്ഞുങ്ങള്, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഇനിയിപ്പോ ക്യാൻസർ ആണോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഭയം എന്നെ അങ്ങ് ഭരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ ആണ് അന്ന് അവിടെയൊക്കെ അവിടെ ഞാൻ അഡ്മിറ്റ് ആയിട്ടൊക്കെ വരാറുള്ളത്. അത് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നമുക്ക് ഏതായാലും ക്യാൻസർ സെന്ററിൽ പോകണ്ട, നമുക്ക് അങ്കമാലി LF പോയി ഡോക്ടറെ കാണാൻ. ഹോസ്പിറ്റൽ അങ്കമാലി ഉണ്ടല്ലോ, അത് അടുത്താണല്ലോ, അപ്പൊ അവിടെ പോവാന്ന് പറഞ്ഞു. എന്നാൽ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ വചനോത്സവം, അത് ഒരു 93 കാലഘട്ടത്തിലാണ്, വചനോത്സവം മാസിക നമ്മുടെ തൊട്ടടുത്ത് അവിടെ അഡ്മിറ്റ് ആയിരുന്ന ഒരു സഹോദരി ഇങ്ങനെ വായിക്കുന്നത് കണ്ടു. എനിക്ക് വായിക്കാൻ തന്നു. ഞാൻ വായിച്ചപ്പോ എന്റെ അതേ അസുഖമുള്ള യൂട്രസ് ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ വയറുവേദന ഭാരപ്പെട്ട ഒരു സഹോദരി ഇങ്ങനെ പോട്ടാന്നൊക്കെ ഇങ്ങനെ ഡിവൈൻ പോട്ടാന്നൊക്കെ പറഞ്ഞ ചാലക്കുടി ഈ കരിസ്മാറ്റിക്കിന്റെ ഒരു ഇതാണല്ലോ കാത്തലിക്സിന്റെ. അപ്പൊ അവിടെ ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ എനിക്ക് അങ്ങനത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ വചനോത്സവ മാസിക ഞാൻ വായിച്ചപ്പോ എനിക്ക് യേശുവിൽ ഒരു വിശ്വാസം കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. ആ സഹോദരിക്ക് സൗഖ്യം നൽകിയ യേശു എനിക്കും സൗഖ്യം നൽകും. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പള്ളിയിൽ പോകും, കുർബാന കാണും, ചടങ്ങ് പോലെ. പിന്നെ നമുക്കറിയാം ഒരു സങ്കീർത്തനങ്ങളൊക്കെ വായിക്കും വൈകുന്നേരം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും അമ്മ ഈ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ. പിന്നെ അമ്മയ്ക്കൊക്കെ അന്ന് അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പള്ളി പള്ളി ഇവിടെ കോട്ടയം പെരുമ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ പോയി പ്രാർത്ഥിക്കും. അന്നത്തെ അറിവില്ലായ്മയില് അന്ന് അങ്ങനെ ഈ മക്കളെയൊക്കെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ പോവുമായിരുന്നു. എത്രയോ 10-21 വർഷവും അങ്ങനെ പോകുമായിരുന്നു പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോയി ഭജന ഇരിക്കാനൊക്കെ ആയിട്ട് പോകും. അന്നത്തെ അറിവിന് അങ്ങനെ പോയിരുന്നു. അതങ്ങനെ പോവും, കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ യേശുവായിട്ട് ബന്ധം നമുക്ക് അവിടെയും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടത്തെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലൊന്നും അധികം പോക്കില്ല. പിന്നെ എന്നാ കുറച്ചും കൂടി ബൈബിള് വാക്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ അങ്ങനെ ഓരോന്ന് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഒരു വചനത്തിന്റെ മുറി എന്നൊക്കെ പറഞ്ഞോണൊക്കെ ഉള്ളിൽ ഇങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ 4 മണിക്കൊക്കെ എനിക്ക് അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടേക്കുന്ന ഓരോ ജോലി ചെയ്തുകൊണ്ടാണ് അമ്മ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത്. അന്നൊക്കെ കൗമ നമസ്കാരം എന്നൊക്കെ പറഞ്ഞോണം അങ്ങനെയൊക്കെ ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒന്ന് റെസ്റ്റ് എടുക്കണേ ഒന്നും അമ്മ കണ്ടിട്ടില്ല, രാത്രിയും പകലും ഇങ്ങനെ. അപ്പൊ ആ ഒരു ഇത് കണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ അപ്പച്ചൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത്രയൊക്കെ നമുക്ക് ആ ഒരു ആത്മീയം എന്ന് പറയണതാണ്. പിന്നെ പള്ളിയിലൊക്കെ എല്ലാ സൺഡേയിലും മറ്റും പോവാറില്ല, ഇടയ്ക്കൊക്കെ പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധപ്പാടുകളൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോക്കൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ കൃഷിയും കാര്യങ്ങളും ഇവിടെ പിള്ളേര് അങ്ങനെയുള്ള അവസ്ഥകളായിരുന്നു. പക്ഷെ ഈ ആദ്യമായിട്ടാണ് യേശു സൗഖ്യം തരുന്നതെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് ഇടയായി തീർന്ന്. എന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ ചിന്തിച്ചു, ഞാനിങ്ങനെ പോകും, കോട്ടയ ആശ്രമത്തിൽ ഞാൻ പോകും. അപ്പൊ എനിക്ക് എന്നെ യേശു സൗഖ്യമാക്കുന്ന ഒരു വിശ്വാസം എന്റെ ഉള്ളിൽ ഉരുവാവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ 6-7 ആഴ്ച പോട്ടാശ്രമത്തില് ചാലക്കുടിയിൽ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെച്ച് എനിക്കൊരു അവിടെ ഇങ്ങനെ വചനമൊക്കെ പറയുമല്ലോ, കാര്യം മറിയയോടൊക്കെ അവര് പ്രാർത്ഥിക്കുമെങ്കിൽ കൂടെ വചനമൊക്കെ പറയും. അപ്പൊ അതൊക്കെ എനിക്ക് സന്തോഷമായി. എന്നാൽ വീണ്ടും എന്റെ ഹസ്ബൻഡ് അപ്പോഴേക്കും എനിക്കിങ്ങനെ പ്രശ്നമാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഭയത്തോടെ പറയാ, എനിക്ക് അങ്ങനെ ക്യാൻസർ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കിങ്ങനെ പരിജ്ഞാനത്തോടെ പറയാനൊന്നും അറിയത്തില്ല, അന്ന് ചെറുതല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് വേഗം അവിടെ നിന്ന് പോന്നു. അവിടുന്ന് പോയി ഇവിടെ വന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ പിന്നെ അങ്ങോട്ട് പോയില്ല. അവിടുന്ന് ഇനി ജോലിയൊക്കെ നിർത്തി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുരിങ്ങൂര് ഒരാഴ്ച ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനം കൂടാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളെ എന്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് എന്റെ ഹസ്ബൻഡ് അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ അങ്ങനെ ഒരാഴ്ച ധ്യാനം കൂടി. അവിടെ വെച്ചാണ് എനിക്ക് അവിടെ ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ച വരുന്നത്. എന്നാൽ ആ വെള്ളിയാഴ്ച വൈകിട്ട് അവിടെ ഒരു പ്രയർ നടന്ന സമയത്ത് എന്നെ യേശു തൊട്ട് സൗഖ്യമാക്കിയ ഒരു അനുഭവം എന്നെ ഉണ്ടായി. എനിക്കത് വളരെ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. എന്നെ യൂട്രസിനൊക്കെ തൊട്ട് എന്നെ സൗഖ്യമാക്കി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയങ്ങളില് 1-2 വചനങ്ങൾ, നമുക്ക് ആദിയിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോട്, വചനം ദൈവമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:1 ഉണ്ടെങ്കിലും നമുക്കറിയത്തില്ലല്ലോ, അതൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ പുണ്യവാളന്മാര്, മറിയ,
ഇങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അവരൊന്നൊരു എന്നാ ഇതുണ്ട്, ഇങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. പിന്നെ നമുക്ക് അതിനുശേഷം ആള് വന്നേ പിന്നെയാണ് പിന്നെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ പിന്നീടാണ് വന്നത്. കാരണം ദൈവത്താൽ പിടിക്കപ്പെടേണ്ടതിനുള്ള ഒരു മുഖാന്തരങ്ങളൊക്കെ പിന്നീട് അങ്ങ് പ്രശ്നങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അപ്പം അവിടെ വെച്ച് സൗഖ്യമാക്കി. അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കടന്നു പോവാന്നൊക്കെ പറഞ്ഞു. എന്നാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഓർത്ത്. അപ്പൊ അവിടെ വെച്ച് ഞാൻ 2 വചനങ്ങൾ എന്നോട് ഇടപെട്ടത്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സായി 16:24 പിന്നെ യെശയ്യാവ് 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ വാക്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആഴമായി പതിയാനായിട്ടിടയെ. പിന്നെ എനിക്ക് വചനത്തോട് ഭയങ്കര ആർത്തിയും ഭയങ്കര ആഗ്രഹവും വരാനിടയെ. ഞാൻ പിന്നെ വചനം വായിക്കല്, പിന്നെ അവിടുന്ന് ബുക്കൊക്കെ കൊണ്ടുവന്ന് എഴുതിയെടുക്കല്, അങ്ങനെ ഭയങ്കരമായ ഒരു പ്രകാശം എൻ്റെ ഉള്ളിൽ, ഭയങ്കര ഒരു സമാധാനം. എന്നാൽ അതിന്റെ ഇടയ്ക്കൊക്കെ പല പല പ്രശ്നങ്ങളുണ്ട്. കുടുംബജീവിതത്തിന്റെ ഇടയ്ക്ക് ആള് വരുമ്പോ പിന്നെ അത് ഞങ്ങളിൽ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് പിശാച് ഞങ്ങളെ തമ്മില് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ കൂടെ തകർക്കാൻ കൂടിയാന്നുള്ള രീതിയിൽ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ അങ്ങനെ ഒരു സംശയങ്ങൾ അങ്ങനെ ജാരശങ്കയുടെ മുമ്പിൽ ആർക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലോ അത്. ആരോട് പറയാൻ പറ്റും? കാരണം അമ്മയൊക്കെ ആണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ വിവാഹം ചെയ്ത് അയച്ചു. പിന്നെ അത് എല്ലാവരോടും പറയാൻ പറ്റിയ ഒരു സാഹചര്യം അങ്ങനെ വളരെ ആയിരിക്കണം. അതങ്ങനെ സുഖമില്ലാത്ത അവസ്ഥകള്. എന്നാൽ കർത്താവ് അവിടെ വെച്ച് സൗഖ്യമാക്കി. പിന്നെ ആലുവ കാർമൽ ഹോസ്പിറ്റൽ ഞങ്ങൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കടന്നു പോയി കഴിഞ്ഞപ്പോ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു ഫംഗസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി തന്നെ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ വചനം അയച്ച തന്നെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ നമുക്കറിയാം വന്നെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയെന്ന്. അവരായിരിക്കുന്ന കുഴികളിൽ നിന്ന് വിടുവിച്ചു 170 സങ്കീർത്തനങ്ങൾ 170 പറഞ്ഞതുപോലെ വചനം അയച്ച തന്നെ കർത്താവ് സൗഖ്യമാക്കി. അപ്പൊ അതിനുശേഷം വീണ്ടും എന്റെ ജീവിതത്തിൽ പിന്നെ അപ്പൊ കുറച്ചു നാളത്തേക്കൊക്കെ ഭയങ്കര വചനം വായന, ബൈബിള് വായന, പള്ളിയിൽ പോക്ക്, അങ്ങനെ ഭയങ്കര ഒരു ആത്മീയത. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക്, പിന്നെ വീട്ടിലെ പണികളായി, ജോലികളായി, ഞായറാഴ്ച പോലും പോകാൻ പറ്റാത്ത അവസ്ഥകൾ. പിന്നെ ആള് കുറച്ചാളത്തേക്ക് ഒരു ഗ്യാപ്പില് നാട്ടിലുണ്ട്. പിന്നെ കുവൈറ്റിൽ നിന്നൊക്കെ 2 വർഷം കഴിഞ്ഞപ്പോ അവിടുന്ന് പോകുന്നല്ലോ. അത് കഴിഞ്ഞ് വീട്ടില് ഇവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങള്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള ആ പാരമ്പര്യ ശക്തി, പൈശാചിക ശക്തി ഞങ്ങളെ തകർക്കാൻ. അപ്പൊ ഒരു ദിവസം നീ എനിക്ക് ജീവിക്കണ്ട, അന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. ആള് വഴക്കുകൂടി വേറെ റൂമിലേക്ക് പോയി. അപ്പൊ ഞാനങ്ങ് ചിന്തിക്കും, അപ്പൊ ആള് കുവൈറ്റിൽ നിന്ന് വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ എന്റെ ചിന്ത ഇങ്ങനെ ബ്ലേഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എടുക്കാനെന്ന് തുടങ്ങിയത്. പക്ഷേ ദൈവത്തിന് നമ്മളെ പദ്ധതി ഉള്ളത്, കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ ആ പൈശാചിക ശക്തി എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങാം. പക്ഷെ അപ്പോഴേക്കും ആള് വാതില് തട്ടി. ദൈവം തന്നെ ആളെ കൊണ്ട് തട്ടി, അല്ലെങ്കിൽ ചിലപ്പോ അവിടെ കിടന്ന് ഞാനത് എന്തും ചെയ്യാൻ പഠിക്കാത്ത അങ്ങനെ ഒരു അവസ്ഥ. പക്ഷെ ആ സമയങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ പിശാചങ്ങ് ബാധിച്ചിട്ട് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നോട് ഒരു കാലഘട്ടം ആത്മഹത്യ മാത്രം ചിന്തിച്ചുകൊണ്ട് തന്നെ തകർക്കാൻ മുടിക്കുക, ആ ഒരു ചിന്ത മാത്രം. പിന്നെ എന്റെ ഫാദറിനും ഇച്ചിരി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി ഇതല്ലെങ്കിലും ആള് ഇച്ചിരി അമ്മയുടെ അടുത്തൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളും അങ്ങനെ ഉറക്കമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് അമ്മേനെ അങ്ങനെ ഫാദറിന് ഇങ്ങനെ ഉറക്ക ഗുളികയൊക്കെ കൊടുത്ത് കഴിക്കുന്നതാണ്. ഇപ്പൊ എന്റെ ചിന്ത ഇനി അത് ഇങ്ങനെ വാങ്ങി കഴിക്കണം, അങ്ങനെ മരിക്കണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തകൾ ഒരു കാലഘട്ടത്തിൽ. കാരണം ആ ഇരുളിന്റെ ശക്തി എന്നെ അങ്ങ് തകർക്കുക. എന്നാ ആരോടും പറയുന്നില്ല ഞാൻ ഇങ്ങനെ മരിക്കണമെന്നൊന്നും ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അമ്മോടും ആരോടും തുറന്ന് എന്റെ ഹൃദയത്തിലെ ഭാരം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തില് ദൈവം ഏതായാലും തകർക്കാതെ മുടിക്കാതെ ഉള്ളങ്കരത്തിൽ സൂക്ഷിച്ച് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ 97 ഞങ്ങള് ഇപ്പൊ ആയിരിക്കുന്ന സ്ഥലത്തൊരു വേറെ ആളുടെ സ്ഥലമായിരുന്നു. സ്ഥലം വാങ്ങിച്ച് പഴയൊരു വീടുണ്ടായിരുന്നെങ്കിലും നേരത്തെ വാങ്ങിച്ചെങ്കിലും ആള് ഗൾഫിനൊക്കെ പോയതുകൊണ്ട് പിന്നെ ആ വീട് ഇങ്ങനെ കിടന്നങ്ങ് പോയി. പിന്നെ പുതിയ വീട് പണിത് ഞങ്ങള് 97 ഇവിടേക്ക് ഹൗസ് ഫാമിംഗ് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ ഹൈന്ദവരൊക്കെ ഉള്ളൊരു ദേശമാണ് ഇവിടെ. വന്ന സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും ചുറ്റും മദ്യപാനികൾ, അങ്ങനെ പിന്നെ RSSന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ
അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. പിന്നെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകൾ. പക്ഷെ ആള് അന്നേരം നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കുവൈറ്റിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു മോളുണ്ടായി, ഇളയാള്. ഇപ്പൊ അന്ന് വിളിച്ചത് രണ്ടാമത്തെ മോളാണ് സ്റ്റേനി. പിന്നെ ഏറ്റവും ഇളയാള് ഒരു മോളും കൂടി ഉണ്ടായി. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ചില കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ വെച്ച് എനിക്ക് സൗഖ്യം കിട്ടിയപ്പോ, ഞാൻ അന്നൊന്നും അറിയത്തില്ല സഹോദരിമാര് സുവിശേഷ വേല ചെയ്യുമോന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് മുന്നമേ കണ്ടതുകൊണ്ട് എന്നോട് ഞാനൊരു സമർപ്പണം എടുത്തു. കർത്താവെ, എനിക്ക് യൂട്രസ് സൗഖ്യമാക്കി എനിക്കൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ, ആൺകുഞ്ഞിനെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഒരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവളെ സമർപ്പിക്കാം, ഞാനും കർത്താവിന്റെ വേല ചെയ്തോളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് സമർപ്പിക്കുക. പക്ഷെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് സൗഖ്യം കിട്ടി കഴിഞ്ഞപ്പോ നമ്മൾ ആ കാര്യം അങ്ങ് മറന്നുപോയി. വീണ്ടും ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോ, ഞാൻ അതാണ് പെട്ടെന്ന് ആ കാര്യം ഓർത്തത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് അതേ സെയിം വയറുവേദനയും പ്രശ്നങ്ങളും കടന്നു വരികയാണ്. അപ്പം വീണ്ടും നമുക്ക് ഭയം തട്ടുക. അപ്പൊ അങ്ങനെ ഇവിടെ കോതമംഗലത്ത് ധർമ്മരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് ചെക്കപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ ഒരു മെഡിസിനൊക്കെ തന്ന് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവിടെ വെച്ച് വീണ്ടും ഈ ചിന്തകൾ വരാൻ, ഞാൻ അന്ന് സമർപ്പിക്കപ്പെട്ടതാണ്. വീണ്ടും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ അതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പാണോന്ന് അറിയത്തില്ല, ഒരു ദിവസം ഇതുപോലെ ഞാനും അങ്ങനെ മുറ്റത്ത് നിന്നപ്പോ, അന്ന് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. പിന്നെ കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീടൊക്കെ വെച്ചിട്ട് 5-6 വർഷം ആളുണ്ട്. പിന്നെ വേറെ ജോലിക്കൊന്നും പോയില്ല. പണ്ടൊക്കെ ആൾക്ക് ഡെയിലി ചിട്ടി നടത്തണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇത് തന്നെ ഇവിടെ വന്നിട്ട് തുടങ്ങി. അപ്പൊ ഉച്ചവരെ ഞങ്ങൾ പാടത്ത് കൃഷി കാര്യങ്ങൾ, ഞങ്ങൾക്ക് പാടത്ത് കൃഷികളൊക്കെ ചെയ്യും, വാഴയും ഇഞ്ചിയൊക്കെ ചെയ്യും. അപ്പൊ അതിന് ഞങ്ങള് ഉച്ചവരെ ഞാനും ഹസ്ബൻഡും കൂടി പോകും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് അത് കഴിഞ്ഞ് വന്ന് ഡെയിലി ചിട്ടി ആള് പോവും. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് 2000 ഇതുപോലെ പോയപ്പോ ഒരു ദിവസം ആൾക്ക് ഭയങ്കരമായ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആള് കുറുപ്പമ്പടിയിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിന്റെ അടുത്ത് ഇങ്ങനെ ബൈക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ക്രോസ് ചെയ്ത, അപ്പൊ ബിപിക്കയുടെ ഒരു ബസ് വന്ന് ഒരു കാറയിൽ വന്നിടിച്ചു. ആളുടെ ബൈക്ക് മറിഞ്ഞ് കാലേക്കടയൊക്കെ കേറിപ്പോയി. പക്ഷെ തകർന്നു പോകേണ്ടതാണ്. പക്ഷെ 10-16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര യേശു സൗഖ്യം നൽകി. എന്നാൽ ഇതൊക്കെ കണ്ടപ്പോ ഒന്നുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം കർത്താവാണ് സൗഖ്യം അല്ലെങ്കിൽ ആളെ വിടിവിച്ചേ എന്നുള്ള ആ ഒരു ഭയങ്കര വിശ്വാസം അന്ന് തുടങ്ങി. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അന്നൊക്കെ 2000 എന്ന് പറഞ്ഞാൽ അന്ന് ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ ഒരു കഴിവില്ലാത്ത ആള്, ഈ ദേശത്തൊക്കെ വന്നിട്ട് ഒന്നും അറിയില്ലാത്ത ആളാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒരു കറണ്ട് ബില്ല് കെട്ടാൻ പോലും എനിക്ക് അറിയില്ലാത്തൊരവസ്ഥ. ആള് കൂടെ നിൽക്കുന്നു. കാരണം ഈ സ്ഥലത്ത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, വേറൊരു സാഹചര്യങ്ങളാണ്. അവിടെയൊക്കെ ആണെങ്കിൽ തറവാട്ടിൽ നമുക്ക് പേരൻസ് ഒക്കെ ഉണ്ട്, മറ്റുള്ളവർ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്ത. പക്ഷെ ആ സമയത്ത് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചത് എന്റെ ജീവിതത്തിൽ അത് ഒന്നുകൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കണ 2000 അപ്പൊ ആളുടെ ജീവിതത്തിലും അതൊരു അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. നശിരിയാൻ പൂർണ്ണമായതിൽ. എന്നാൽ ഞങ്ങൾ യാക്കോബയിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി കൂട്ടായ്മകൾ, യാക്കോബക്കാരുടെ തന്നെ കൂട്ടായ്മകളിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആള് പിന്നെ ഇങ്ങനെ ആ സമയങ്ങളിൽ ഇത്തിരി മദ്യപാനം ഇങ്ങനെ കൂടുതലായിട്ട് തുടങ്ങി, കൂട്ടുകെട്ടുകൾ തുടങ്ങി. അതും വലിയ വലിയ ഉന്നതന്മാരൊക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെ ഒരു ദിവസം തന്നെ 1500 രൂപയൊക്കെ നഷ്ടപ്പെടുത്തുമ്പോ ആൾക്ക് മദ്യപിച്ച് കഴിയുമ്പോ ഭയങ്കര ദേഷ്യ. അല്ലെങ്കിൽ നല്ല സ്വഭാവം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണേനും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മദ്യപിച്ച് കഴിയുമ്പോ എന്റെ അടുത്തും പിള്ളേരുടെ അടുത്തും ദേഷ്യം. അപ്പൊ കൂടുതലും ഞാൻ അങ്ങ് ഭാരപ്പെടാൻ തുടങ്ങി. ആരോട് പറയും, എനിക്ക് അമ്മയോടൊന്നും പറയാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റാത്ത. രാത്രിയൊക്കെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും, അറിയാവുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചും. എന്നാൽ സുവിശേഷം കേൾക്കാൻ പോകുന്നുണ്ട്, ആളുടെ ജീവിതത്തിൽ മാറ്റമില്ല. അപ്പൊ എന്റെ ചിന്ത, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആള് മദ്യപാനി, അതുകൊണ്ട് ആൾക്കാണ് പ്രശ്നം എന്നൊക്കെയാണ് നമ്മുടെയും ചിന്തകളൊക്കെ. ഇപ്പൊ രാത്രി മദ്യപിച്ച് കഴിയുമ്പോ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് അടി കിട്ടും, അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നും മിണ്ടത്തില്ല. പക്ഷെ രാവിലെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം 2000 ആ ടൈമുകളാണ് ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതിനു ശേഷം. ഒരു ദിവസം അന്ന് കർത്താവ് അന്ന് കാലേക്കട കയറി പോയെങ്കിലും 16 സ്റ്റിച്ച് ഉണ്ടായുള്ളൂ. പക്ഷെ ഒരു 5-8 ദിവസം ഹോസ്പിറ്റലിൽ, സാൻജോ ഹോസ്പിറ്റലിൽ പെരുമ്പാവൂര് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നായിരുന്നു. വേറെ അസ്ഥികൾക്കൊന്നും പറ്റില്ല. പിന്നെ കൈയിന്റെ ഒരു ചെറിയ അസ്ഥിക്കൊക്കെ പ്രശ്നം പറ്റുള്ളൂ. അന്നും എന്തും തകർന്നു പോവായിരുന്നു. അന്നും കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതും യേശുവിന്റെ കരമായിരുന്നു. എന്നാൽ വീണ്ടും ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആള് ഒരു ദിവസം ഇങ്ങനെ ശനിയാഴ്ച
അന്ന് ഈ കോതമംഗലം പള്ളിയിൽ ബെസിയോലിയോസ് ബാവയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ശനിയാഴ്ച കുർബാനയ്ക്ക് ഞങ്ങൾ പോകും. അത് ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കടന്നു വരും. ആൾക്കാര് ബേസിൽ നിന്ന് എൽദോ എന്നൊക്കെ പേരിടും. ഭയങ്കര വിശ്വാസമാണ് യാക്കോബക്കാർക്കൊക്കെ. അവിടെ ഒത്തിരി ദൂരെ നിന്ന് അവിടെ നിന്നൊക്കെ വരും. അപ്പൊ അങ്ങനെ അപ്പൊ ശനിയാഴ്ച കുർബാനയ്ക്കാണ് അവിടെ കൂടുതലും പോണെ. കുറുപ്പമ്പടിയിൽ ഇടവക ആയതുകൊണ്ട് ഞായറാഴ്ച പോകും. അങ്ങനെയൊക്കെയാ. അപ്പൊ ഞങ്ങള് സാധാരണ ഒരു ശനിയാഴ്ച ഞങ്ങളുടെ സ്വന്തത്തിൽ ഞങ്ങള് പന്തലിക്കുടി കുടുംബം, അതിനകത്തൊരു അച്ഛൻ, ഞങ്ങളുടെ ഒരു കൊച്ചപ്പൻ അച്ഛനാണ്. അപ്പൊ ആ അച്ഛൻ ഈ നമ്മുടെ അടുത്ത് തന്നെ ഒടക്കാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം നടത്തുന്നുണ്ട്. അപ്പൊ ആ ധ്യാന കേന്ദ്രത്തിൽ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചെല്ലുന്നു. ശനിയാഴ്ച സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടി പോകും. ചേട്ടനും ഞാനും കുഞ്ഞുങ്ങളും കൂടിയേ കടന്നു പോവാറ്. പക്ഷെ അന്ന് ചേട്ടൻ ശനിയാഴ്ച കുർബാനയ്ക്ക് കോതമംഗലത്ത് പോയി. ഞാനും കുഞ്ഞുങ്ങളും കൂടി അവിടെ ചെന്നു. പക്ഷെ അവിടെ പല ദൈവദാസന്മാരും വരാറുണ്ട്. യാക്കോബയിലും പിന്നെ സുവിശേഷ വേല ചെയ്യണവരൊക്കെ പലരും കടന്നു വരാം. അപ്പൊ ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നമ്മളുടെ മാസാന്തരമാണ് നമ്മുടെ ഭർത്താക്കന്മാരുടെ വിടുതലിന് തടസ്സം, അല്ലെങ്കിൽ നമ്മൾ ആണ് പ്രശ്നക്കാരെന്ന്. അപ്പൊ ആ സമയം വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ സൗമ്യതയോടെ എല്ലാവരോടും ഇടപെടുന്നു, ഇത് അങ്ങനെയൊക്കെ എന്റെ ചിന്ത. പക്ഷെ ആള് മദ്യപിക്കുന്ന ആളാണ് പ്രശ്നക്കാരൻ എന്നുള്ള ചിന്ത. പക്ഷെ അന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു, കർത്താവ് എന്റെ കുറവാണെന്നുള്ളത് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും അന്ന് ഇവിടെ വന്നപ്പോ ആള് ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോയിട്ട്, അല്ല ഞായറാഴ്ച അല്ല ശനിയാഴ്ച കോതമംഗലം പള്ളി പോയിട്ട് വന്നപ്പോ ഞാൻ അവിടെയും ധ്യാനത്തിനും പോയിട്ട് വന്നപ്പോ ആളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എന്നോട് ക്ഷമിക്കണം, എന്റെ കുറവുകളാണ്, എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വന്നതുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് ഞാനങ്ങ് വളരെ ക്ഷമ ചോദിക്കാനായിട്ട് ഇടയാക്കുന്നു. പക്ഷെ ആളൊന്നും പറഞ്ഞില്ല. പക്ഷെ ആൾക്കതൊരു ഭയങ്കര വിടുതലിന്റെ ഇതായിരുന്നു. ഞാൻ ആ ക്ഷമ പറയാൻ തുടങ്ങിയപ്പോ. അപ്പൊ എന്റെ ജീവിതത്തിൽ അത് മനസ്സിലായി. നമ്മള് പലപ്പോഴും അതിന് തയ്യാറാകാതെ വരുമ്പോഴാണ് അവരുടെ ഇതിന്. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് ഭയങ്കര ഒരു വിടുതലായിരുന്നു. അത് ഞാനത് പറഞ്ഞത് ദൈവം ഒരു വിടുതലിന്റെ ടൈമിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങള് ഈ കുർബാന ചേട്ടൻ ശനിയാഴ്ച പോയത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ഞായറാഴ്ച പള്ളിയിലേക്ക് കുറുമ്പടിയിലേക്ക് വന്നില്ല. ഞാനും കുഞ്ഞുങ്ങളും കൂടി 2 കുർബാനയുണ്ട്. അപ്പൊ രാവിലത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ പോയി. അപ്പൊ ചായയൊക്കെ ഉണ്ടാക്കി ആൾക്ക് കൊടുത്തിട്ട് ആള് പോരുന്നില്ല, നിങ്ങൾ പോക്കോ, ഞാൻ ഇന്നലെ പോയതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ആളെന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ ഇവിടെ ഒരു സൺഡേ സ്കൂളിന്റെ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പൊ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കൂട്ടുകാരനായിട്ട്, പുള്ളി തടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ ആശാരിയാ. അപ്പൊ ആളുടെ കൂട്ടിക്കൊണ്ട് പോയി, എന്തോ കാര്യത്തിന് പോയതാ. പുറത്ത് പോയിട്ട് ആള് ഇതുപോലെ ബ്രാൻഡിയും കുടിച്ചു, പിന്നെ കള്ളും രണ്ടും കുടിച്ചിട്ട് ആള് വന്നേക്കുന്നു. ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വന്നപ്പോ റോട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇത് അതിക്ക് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് കുടിക്കും കൂട്ടുകാരൊക്കെ ആയിട്ടാണെങ്കിൽ എന്നാലും ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ അങ്ങനെ വേറെ കൈകൊണ്ടോ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര ഒരു വെല്ലുവിളിയുടെ പ്രശ്നം കണ്ടപ്പോ നമുക്ക് ഒത്തിരി ഭാരമായി. റോട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ആളൊക്കെ ആയിരുന്നു. പിന്നെ മൂക്കി പൊടിവലി, മദ്യപാനം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആൾക്കുണ്ടായിരുന്നു. രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെ. ഈ രാഷ്ട്രീയത്തിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്തുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിന്റെ പ്രശ്നത്തില് പുള്ളി മണ്ഡല സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ അവര് നമുക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു ദേഷ്യം തീർക്കാൻ ഞാൻ വരത്തനാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയൊക്കെ ശരിക്കുള്ള മലനായ ഗോലിയത്ത് വെല്ലുവിളിക്കുന്ന പോലെ ആ പൈശാചിക ശക്തി ആളെ അങ്ങ് തകർക്കാനായിട്ട് നമുക്കത് അറിയാം. ഒരു കൂട്ടം വന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു നമുക്ക്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇപ്പോഴത്തെ പോലെ ഒന്നും അറിയത്തില്ലെങ്കിൽ അന്ന് അറിയാവുന്ന രീതിയിൽ ഞാനും കുഞ്ഞുങ്ങളും കൂടെ, കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്, ഞങ്ങള് ഇങ്ങനെ വാതിലടച്ചിട്ട് അങ്ങ് കരഞ്ഞു ദാവീദ് നെടുമ്പാളം കിടന്ന് കരഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഞാനങ്ങ് കിടന്ന് കരയാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല. അവര് വിചാരിച്ചു ആളപ്പുറം റോഡിൽ നിന്ന് വെല്ലുവിളിയും പ്രശ്നങ്ങളും, ഞാനിവിടെ കരയുന്നു. അവർക്ക് ഇനി എന്താണ് പ്രശ്നങ്ങൾ എന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, ഞാൻ കരയണം, ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവര് പോവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും റോഡിലേക്ക് ചെന്നപ്പോ പറഞ്ഞു, ആദ്യം തന്നെ ഒരു വടി എടുത്തിട്ട് പറഞ്ഞു, മര്യാദക്ക് കയറി പോക്കോ. പിന്നെ ഒരു വാക്ക് ആള് പറഞ്ഞു, പോയി പ്രാർത്ഥിച്ചോ എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കാനിടയായി. പക്ഷെ എനിക്ക് ഏതാന്നറിയത്തില്ല. പക്ഷെ സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം ശക്തമായിട്ട് ദൈവം ഉറപ്പിക്കുന്ന ഒരു വാക്യം, ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്യമായിരുന്നു. അത് ഞാൻ ഭയങ്കരമായി വിശ്വസിച്ചു. പിന്നെ ഞങ്ങൾക്ക് ആടൊക്കെ ഉണ്ടായിരുന്നു. ആടിനൊക്കെ മാറ്റി കെട്ടി പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി.
പക്ഷെ ആള് റോട്ടിൽ തന്നെ ഒന്നും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ വേറെ ആര് വന്നാലും ആള് സമ്മതിക്കത്തില്ല. ആളുടെ അങ്ങനെ ഒരു പ്രത്യേക മൈൻഡാണ്. ആൾ അങ്ങട് ചെന്ന ആരെയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വന്ന വിടുകയില്ല. പക്ഷെ ഈ മദ്യം കഴിച്ചുകൊണ്ട് ആൾക്ക് അറിയത്തില്ലല്ലോ, സുബോധമില്ലാത്തൊരവസ്ഥയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു പഞ്ചായത്ത് മെമ്പർ വന്നു ഏതാണ്ടൊക്കെ പറഞ്ഞു, ആളൊന്നും സമ്മതിച്ചില്ല. അവര് പോയി. പിന്നെ ഒരു ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, വറീസ് അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ റോഡിൽ നിന്ന് എങ്ങനെയാന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് വന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു ആള്. വന്നു കഴിഞ്ഞ് പറീസ് ആളെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അങ്ങനെ സംസാരം. അപ്പൊ പുള്ളി പറയണ അവരങ്ങനെ ഇങ്ങനെ ഞങ്ങള് വരത്തരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിക്കാനാ വരുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, അതങ്ങനെ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉണ്ടാവാം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ടാവൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ അങ്ങ് ഭയങ്കരമായ ദേഷ്യവും ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞ് ദേഷ്യം കൊണ്ട് എന്തും ചെയ്യാ എന്നുള്ളൊരവസ്ഥയുള്ള. പക്ഷെ ആള് മുഖമൊക്കെ കഴിയിട്ട് നോക്കിയപ്പോ സ്റ്റോർ റൂമിലേക്ക് പോയി ഒരു ഒരു സ്റ്റീൽ കത്തി, ഇങ്ങനെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്ത് ഇങ്ങനെ ബാക്കിൽ കുത്തുന്നത് കണ്ടു. എനിക്കത് കണ്ടപ്പോ വളരെ ഭാരം തോന്നി. എന്തൊക്കെയോ സംഭവിക്കാൻ പോവാന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ വേഗം ആ ചേട്ടനോട് പോയി പറഞ്ഞു, ചേട്ടാ ഇനിയിപ്പോ ആ ചേട്ടൻ പോവാൻ തുടങ്ങാം, പോവല്ലേ പോവല്ലേ എന്ന് പറയാം. കാരണം എല്ലാത്തൊരു എന്തോ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. എന്നിട്ട് ആള് പിന്നെ ആ ചേട്ടൻ പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ. അപ്പൊ ആള് ആ റോഡിലേക്ക് പോവാനോ എന്തൊക്കെയോ ആരോ എന്തോ ചെയ്യാനെന്നുള്ള ഒരു ചിന്തയിലാണ് പോണത്. പിശാച് തകർക്കാന്നുള്ള അവന്റെ തന്ത്രങ്ങളായിരുന്നല്ലോ. പക്ഷെ ആ ചേട്ടൻ ഒത്തിരി സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണി വരെയും പിന്നെ ആളൊരു ശാന്തനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ചേട്ടൻ ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചേട്ടൻ വളരെ ശാന്തനായി തീർന്നു. എന്നാൽ എന്നോട് ദൈവം എന്റെ ജീവിതത്തില് നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തികളെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ശൗലിന്റെ മാനസാന്തരാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്റെ ഹസ്ബൻഡിന്റെ മാനസാന്തരാണ്. അന്ന് ആള് മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദിവസമായിരുന്നു. അങ്ങനെ ആള് ശാന്തനായി ഇങ്ങനെ കൊണ്ടിരിക്കുക. അന്നേരം എന്നോട് പറയാ, എനിക്ക് നമ്മള് രക്ഷിക്കപ്പെട്ടിട്ടില്ല ആ സമയത്ത്, ഒരു മാനസാന്തരത്തിലേക്ക് വന്നു തുടങ്ങുന്ന സമയ. പക്ഷെ എന്നോട് ആരോ പറയാണ്, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, ഈ ശൗലിന്റെ ഈ മാനസാന്തരപ്പെട്ട അപ്പൊ 9-ാം അധ്യായം വായിക്കാൻ പറയാ. വായിക്കാൻ ഒരു വാക്ക് പോലും നമുക്കത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ലല്ലോ, രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല, വചനം ദൈവമാണെന്നൊന്നും അറിയും. പക്ഷെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആളെ ബെഡിൽ ചെന്നിരുന്ന് ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കുക. പക്ഷെ ആളങ്ങ് വലിയ സിംഹം പോലെ അലറുന്ന ആളെ അങ്ങ് കുഞ്ഞാടിനെ പോലെ ദൈവം തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആളങ്ങ് ഒരു കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആള്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ പിന്നെ ആള് മിണ്ടുന്നില്ല, വളരെ ശാന്തനായി. അന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ബൈബിള് വായിക്കുന്ന 51-ാം സങ്കീർത്തനാണ്. ദാവീദ് അനുതാപത്തിലേക്ക് വരുന്ന സങ്കീർത്തനം ഒന്ന് വായിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ദൈവദാസന്മാരൊക്കെ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ആളുടെ തലയിലൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അതൊന്നും അറിയത്തില്ലല്ലോ അന്ന്. ഞാൻ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച ആളൊരു കുഞ്ഞാടിനെ പോലെ ഇരുന്ന് മിണ്ടാതിരുന്ന് അതൊക്കെ വളരെ സന്തോഷത്തോടെ അങ്ങനെ അന്ന് പുള്ളി സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദൈവദാസന്മാരോ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആളന്ന് മനസാന്തരത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങളിങ്ങനെ പെന്തക്കോസ് കൂട്ടായ്മകളിലേക്ക് പോകാൻ തുടങ്ങി. യാക്കോബയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള കൂട്ടായ്മകളിലൊക്കെ പോവുകയും ആളിങ്ങനെ സാക്ഷ്യം പറയാനും ഞാൻ ഇന്ന് മുതൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള മദ്യം, രാഷ്ട്രീയം, പുകവലി ഉണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു. ഇല്ല, അത് പണ്ടൊക്കെ ഉണ്ടായുള്ളൂ, പിന്നെ ഉണ്ടായില്ല. അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു സമർപ്പണം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞങ്ങൾ ഈ പെരുമ്പാവൂര് എല്ലാ ചർച്ചുകളിൽ നിന്നും എല്ലാവരും കൂടി വരുന്ന ഒരു ഡെന്റൽ ഡോക്ടർ നടത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട്.
പാസ്റ്റേഴ്സ് വരും, മറ്റെല്ലാ യാക്കോബേന്ന് വരും, മറ്റെല്ലാത്തിന്നും വരുന്ന ദേവദാസന്മാര് വരും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങള് ബുധനാഴ്ച ദിവസം പോവാറുണ്ട്. അന്നേരം ഹസ്ബൻഡും വരും, എന്റെ അമ്മേനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒത്തിരി പേര് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കറക്റ്റ് ആ സമയത്ത് അപ്പൊ ചേട്ടന് മാനസാന്തരത്തിലേക്ക് വന്നു. ഈ ഇത് തെറ്റാണ്, അതായത് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയല്ല ആ ഡെയിലി ചിട്ടിയൊക്കെ. അപ്പൊ അതും ഒക്കെ മാറ്റുകയാണ്. അപ്പൊ എല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ അവിടുന്ന് അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ചത് അത് കുറെ പേരൊക്കെ പൈസയൊക്കെ തരാനുണ്ട്, അതൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാനിങ്ങനെ പറയാമായിരുന്നു അതൊക്കെ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ആള് കൊച്ചുകുഞ്ഞിനെ പോലെ എല്ലാം കേൾക്കും ഞാൻ പറയുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ മാറ്റി അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ലാസ്റ്റ് പൈസയൊന്നും ഇല്ല, ആകെ ഒരു 500 രൂപയ്ക്ക് ഒരു ആഞ്ഞിലി മരം കൊടുത്ത് കയ്യിലുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളില് അപ്പൊ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ പോവാ. ആ സമയത്ത് ഇങ്ങനെ എന്റെ ഫ്രണ്ട്, ഞങ്ങള് ഹോം സയൻസ് മോർണിംഗ് സ്റ്റാറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഒരു ജൂനിയർ ആയിട്ട് തൊട്ടടുത്ത കോളേജില് ഡീപോൾ കോളേജിൽ പഠിക്കുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോളി എന്ന പേര്. അപ്പൊ അവര് കല്യാണം കഴിച്ചിട്ട്, എന്നെ നേരത്തെ കല്യാണം കഴിച്ചിട്ടു. പിന്നെ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ അതിന്റെ ഹസ്ബൻഡ് സാബു എന്ന് പറഞ്ഞ അച്ചായനാണ് അവിടെ, പാസ്റ്ററാണ് അവിടെ വന്നിരുന്നത്. അന്ന് മെസ്സേജ് പറയാം. പക്ഷെ ഒരു ട്രാക്ട് അതിനുശേഷം സമയമുണ്ടോ? അപ്പൊ അങ്ങനെ ട്രാക്ട് തന്നു എല്ലാവർക്കും. ഞാനത് കൊണ്ടുവന്ന് വായിച്ചപ്പോ ഞങ്ങളിങ്ങനെ വല്ലാത്തൊരു ഇതിലിരിക്കുന്ന സമയമാണല്ലോ, ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുവന്നു എന്ന് വായിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളവർ വിളിക്കാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാന്നൊക്കെ അപ്പൊ ഞാൻ കൊണ്ടുവന്നപ്പോ തുടങ്ങി ആദ്യം മറ്റുള്ളവരുടെ ഇവിടെ രോഗത്താലൊക്കെ. അപ്പൊ ഞാനൊരു മാനസാന്തരം ഒരു ദൈവമായിട്ട് ഭയങ്കര ഒരു കണക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒരു ആത്മഭാരം. അപ്പൊ രോഗികൾക്ക് വേണ്ടി ഈ അങ്ങനെ തൊട്ടടുത്തുള്ളവരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് ഞാൻ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പ്രശ്നം പറയാ, അങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ ഒരു ഉപജീവനത്തിന് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അതിന് പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഞാൻ വിളിക്കുന്ന കേട്ടപ്പോ ഈ പാസ്റ്റർ അടുത്താ ഞാൻ വിളിക്കുന്നത്, ഞങ്ങളെ സാബുച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സാബുച്ചായന്റെ അടുത്ത് വിളിച്ചപ്പോ ഈ മോളി എന്റെ ഫ്രണ്ട് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചപ്പോ ആരാന്ന് ചോദിച്ച്, അപ്പൊ ഒരു സിസ്റ്ററാന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിലേക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടാണ്. അവര് കൽപ്പറ്റയിലായിരുന്നു, കൽപ്പറ്റയിൽ നിന്ന് അവര് അങ്കമാലിക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെ കൊണ്ടുവരായിരുന്നു. അപ്പൊ അങ്ങനെ അതൊരു വലിയൊരു ഒരു ബ്രേക്ക് ത്രൂയുടെ സമയങ്ങളായിരുന്നു. അങ്ങനെ അവര് ഞങ്ങളെ വിളിക്കാനും സംസാരിക്കാനും. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരെ കാണാൻ പാടില്ല, ഈ അല്ലാണ്ടുള്ള കൂട്ടായ്മകളിലൊക്കെ പോകണ്ടെങ്കിലും ഈ പെന്തക്കോസ് കൂട്ടായ്മയിലല്ല, ഈ ഇങ്ങനെ ഇവാഞ്ചലിക്ക് അങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളൊക്കെ പോയിക്കൊണ്ടിരുന്നു. പെന്തക്കോസുകാരെ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇവര് നമ്മുടെ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ല വരുന്നത്. അപ്പൊ പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പാ, വചനത്തോ അങ്ങനെ ഒന്നും അറിയത്തില്ലെങ്കിലും ഭയങ്കര ആ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. പക്ഷെ അവര് വന്ന് സന്തോഷത്തോടെ സാവകാശം വന്നിരുന്ന് വചനമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം 2001 സെപ്റ്റംബർ 15-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും, അപ്പൊ ആ മദ്യപാനൊക്കെ നിർത്തിയിരിക്കുന്ന സമയത്താണ് ഇവരായിട്ട് കണക്ഷൻ വരാൻ കാരണം. അങ്ങനെ ദൈവവചനം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 2001 സെപ്റ്റംബർ 15-ന് രക്ഷിക്കപ്പെട്ടു. 2002 മാർച്ച് 17-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച്. രണ്ട് ഫാമിലിയിലും ആരും ഇല്ല, ഞങ്ങൾ തന്നെ. അപ്പൊ ഞങ്ങൾ ഒത്തിരി രഹസ്യത്തിൽ തന്നെ, കാരണം പാരമ്പര്യം പള്ളിക്കാരും അങ്ങനെയൊക്കെയുള്ള ഇതിലായതുകൊണ്ട് രഹസ്യത്തിൽ പോയി കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞില്ലായിരുന്നു. സ്നാനപ്പെട്ടു. അങ്ങനെ ആൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അങ്ങനെ പിന്നെ സ്നാനം പെട്ട ഉടനെ അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പോലും കിട്ടാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായി ഞങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഉടനെ തന്നെ എന്റെ അതായത് ചേട്ടന്റെ ഒരു ഫ്രണ്ട് മുഖേന ഒരു വിസ വരുവാനായിട്ട് ഇടയായി തീർന്നു, സൗദിക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ഈ ദേശത്ത് വന്നിട്ട് എനിക്ക് യാതൊരു ആരുമായിട്ട് ഇങ്ങനെ കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ ആള് പറഞ്ഞു ഇങ്ങനെ വിസ വന്നു, എന്താ ചെയ്യണേന്ന് വെച്ചപ്പോ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം എന്ത് പറയുന്നു അതുപോലെ ചെയ്യാം. അപ്പൊ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഒരു 11 മണിയായി മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിപ്പോ അന്ന് ദർശന വെളിപ്പാടൊന്നും നമുക്ക് അറിയില്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞു അത് ചില വർഷങ്ങൾക്ക് മുമ്പ് ചില അതായത് മരിച്ചു പോകേണ്ടതല്ലായിരുന്നു എന്റെ ഹസ്ബൻഡ്, പക്ഷെ ഞാനാണ് വിടിവിച്ചത്. അപ്പൊ അന്ന് കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. പക്ഷെ ഇനി ഞാനാണ് അയക്കുന്നത്, നിന്നെ ഞാൻ കരുതും എന്നൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കാം.
പക്ഷെ എന്നെ ദൈവം അങ്ങ് ബലപ്പെടുത്തുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പോയിക്കോ, കുഴപ്പമില്ല, ദൈവം നടത്തിക്കോളും, ഇത് കർത്താവിന്റെ പദ്ധതിയാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ അങ്ങനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ മാസത്തിൽ അല്ല വർഷത്തിലൊരിക്കൽ വരും. അങ്ങനെ പിറ്റേ വർഷം വന്നു കഴിഞ്ഞപ്പോ ചില പാരമ്പര്യ ശക്തികൾ പുള്ളിയായിട്ട് വെല്ലുവിളിക്കും. വരുന്നവരെ സന്തോഷമായിരുന്നു. പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ പിശാച് തന്ത്രരൂപേണ ആളെ അങ്ങ് ഇങ്ങനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാനും, പിന്നെ എന്നോട് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയുടെ കൂട്ടായ്മയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ഥാപിച്ചതിന് മുകളിൽ ഞങ്ങള് വചനം പഠിപ്പിക്കുന്നു. ഞങ്ങൾ രക്ഷിപ്രസ്ഥാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചു പേര് കൂടെ ഞങ്ങൾ മുഖാന്തരം ദൈവം അതിനു മുമ്പായിട്ട് എനിക്ക് യെശയ്യാ പ്രവചനം 60 അധ്യായം ഒരു ദിവസം ഇങ്ങനെ എന്നോട് ഇടപെട്ടായിരുന്നു. അതായത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, നിന്റെ മേലെ യഹോവ ഉദിക്കും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയസ്ഥാപിലേക്ക് കടന്നു വരും. പിന്നിലൂടെ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്, ദേശത്തുനിന്ന് ഒരു കൂട്ടം ജനത്തെ വിടുവിക്കുന്നതും സഹോദരങ്ങൾ ഒക്കെ വിടുവിക്കുന്നതും ഒക്കെ ദൈവം കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ അതിനുശേഷമാണ് അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടാനായിട്ട് ഇടയായി തീർന്ന ആള് പോയി. പിന്നെ ആ പാരമ്പര്യ ശക്തി വീണ്ടും ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വെല്ലുവിളിച്ചു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റെടുത്ത് തുണയാണെന്ന് വചനം പറഞ്ഞതുപോലെ ആ സമയങ്ങൾ ദൈവം എന്നെ വചനത്താൽ അങ്ങ് നിറയ്ക്കാനിടയായി തീർന്നു. വചനമാണ് എന്നെ ശക്തീകരിച്ചത്. വചനം എന്നെ ഉറപ്പിച്ചങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു, അപ്പൊ ഈ എന്നെ വചനം അല്ലെങ്കിൽ ഞങ്ങളെ സ്നാനപ്പെടുത്തി അവര് തന്നെ പറഞ്ഞു, അല്ല ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറയാം, നീ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയുടെ കൂട്ടായ്മയിൽ പോകണം, അനിയനൊക്കെ പോണോടത്ത് പോകണം. പക്ഷെ എന്നിട്ട് പിന്നെ സഹോദരങ്ങളെ എല്ലാവരെയും കൂട്ടി വിളിക്കുക, പേരൻസിനെയും ഒക്കെ, മക്കളെ വരെ എതിരാക്കുന്ന ഒരു അനുഭവം. ചേട്ടൻ മനഃപൂർവ്വം അല്ലെങ്കിലും ആ ഒരു പാരമ്പര്യ ശക്തി നമ്മളെ പക്ഷെ കൊള്ള പങ്കിടും, പിടിക്കും, ആശ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു ഫറവോന് ശക്തി വന്നതുപോലെ എന്റെ ഒരു വിശ്വാസത്തിന്റെ ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ കഴുത്തറുത്താലും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ എന്റെ യേശുവിനെ വിട്ടുള്ള പരിപാടിയില്ല. അങ്ങനെ എല്ലാവരും എതിരാ, എന്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും ചേട്ടനെ പേടിയാ. പക്ഷെ ആള് സ്നേഹം കൊണ്ടൊക്കെ ആണെങ്കിലും ആളൊരു തീരുമാനിച്ചാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പേടി. ഈ എന്നെ സ്നാനപ്പെടുത്തി അവരും പറയുന്നത്, പറീസേട്ട എന്താ പറയണെന്ന് വെച്ചിട്ട്, കാരണം ഒരു കുടുംബം തകർന്നു പോവാന്നാണ് അവര് ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങള് 3 പെൺകുഞ്ഞുങ്ങളല്ലേ, എനിക്കാണെങ്കിൽ ഒരു കഴിവില്ലാത്ത ആള്. പക്ഷെ ദൈവം ആ സമയത്തൊക്കെ എന്നെ ഭയങ്കര ശക്തിയാൽ കൃപയാൽ നിറച്ചു. അതുവരെ എനിക്ക് പേടിയായിരുന്നു, എന്ത് പറഞ്ഞാലും. ഇപ്പൊ പകല് രാത്രിയാന്ന് പറയാൻ പറഞ്ഞ അങ്ങനെ പറയുന്ന ആള് ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകർന്നപ്പോ പകൽ തന്നെ പറയും. അങ്ങനെ ഭയങ്കരമായ ഒരു ധൈര്യം, കാരണം ധീരത്വത്തിന്റെ ആത്മാവിനെയല്ല, സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ശക്തിയുടെ ആത്മാവിനെ തന്നെ നിറച്ച് അങ്ങനെ നിർത്താനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ. അവിടെ നിന്നുകൊണ്ടാണ് വെല്ലുവിളി. ഇങ്ങോട്ട് വാ, നമ്മൾ സ്നേഹിച്ചൊന്നും കല്യാണം കഴിച്ചതല്ലല്ലോ, നമ്മള് അറേഞ്ച് മാരേജിലായല്ലോ. അപ്പൊ വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട്, അത് പറയത്തില്ല, അത് വിചാരിന്റെ തന്ത്രമാണല്ലോ, ആള് വരത്തില്ല, അവിടെ നിന്നുകൊണ്ട്. എന്നിട്ട് അങ്ങനെ എല്ലാവരെയും സ്വന്തക്കാരെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, പറീസ് അവരിലൂടെ ഇടപെട്ടു. അല്ല, ദൈവം നമ്മെ സഹായിക്കുന്നവരോട് നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞോണം. അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടതാ, എന്നിട്ടെന്നാ നിങ്ങൾ എന്നെ പറീസ എതിരാണെന്ന് ചോദിച്ചുകൊണ്ട് അവര് തന്നെ പറയാ. പിന്നെ ആളുടെ വായ അടച്ചു. എന്നാ ഒരു 3-4 ലോക മഹായുദ്ധം പോലെ എല്ലാവരും ഒരുമിച്ച് സഹോദരങ്ങളൊക്കെ ആയിട്ട് അവരെ എതിരാക്കി, നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത കേൾക്കാൻ പറ്റാത്ത അവസ്ഥകൾ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. പക്ഷെ എനിക്ക് ആ നേരമൊക്കെ ഞാൻ കർത്താവിൽ സന്തോഷിക്കുക. എന്നാൽ അതിനു മുമ്പ് ഞാനിങ്ങനെ കർത്താവെ എനിക്ക് കഷ്ടത താട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം ഫിലിപ്പിയർ 1:21 പറഞ്ഞല്ലോ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ വരം നൽകിയിരിക്കുന്നു. അപ്പൊ ആ പാസ്റ്റ് പറയുന്നു, എല്ലാവരും എല്ലാ വരങ്ങൾക്കും വേണ്ടി കഷ്ടതയുടെ വരം ഓൾറെഡി രക്ഷിക്കപ്പെട്ടപ്പോ അതിനുള്ള പാക്കേജും കിട്ടിയതാണ് നമുക്കറിയത്തില്ല, വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ലാസ്റ്റ് കർത്താവെ മതി എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് വരാനിടയായി തീർന്നു. അതുപോലെ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങൾ. പക്ഷെ എനിക്ക് ആ സമയങ്ങളിലൊക്കെ കർത്താവ് ബലപ്പെടുത്തി. കാരണം പിശാച് നമ്മുടെ ചെവിയിൽ വന്ന് പറയാ, നിന്റെ കുടുംബജീവിതം തകർന്നു, ഇനി നിനക്ക് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു പേപ്പർ കൊണ്ടുവന്ന് അതിനകത്ത് ഇങ്ങനെ ഒരു കഥയിലൂടെ പല രീതിയിൽ നമ്മളെ അങ്ങ് ബലപ്പെടുത്തുന്നത്. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ അങ്ങനെ ഒരു മന്ത്രിയുടെ രാജാവിന്റെ കഥയുണ്ടല്ലോ, എല്ലാം നന്മയ്ക്കാന്നുള്ള ആ കഥയിലൂടെയാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. പക്ഷെ വചനം പഠിച്ചു വന്നപ്പോ പറഞ്ഞു, റോമർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ പ്രശ്നങ്ങൾ വന്നപ്പോ എന്നോട് ആ കുഞ്ഞ് കൊണ്ട് തന്ന ഗുഡ് ന്യൂസിന്റെ എന്തോ പേപ്പറായിരുന്നു അതിന്. അതായത് ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു നല്ല ഫോട്ടോ, അപ്പൊ ആ ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്ന് വെച്ചെങ്കിൽ അത് തകർന്നു പോയി. അപ്പൊ
പിന്നീട് വന്നപ്പോ അവിടെയുള്ളവർ ചോദിച്ചത് ഈ ഫോട്ടോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചപ്പോൾ അത് അവരെടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫോട്ടോഗ്രാഫറിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അത് വീണ്ടും മനോഹരമാക്കി ഒരു ഫോട്ടോ ആക്കി തീർത്തത് പോലെ ഇപ്പൊ കുടുംബജീവിതം കർത്താവ് തരുന്നതാണ്. തകർന്ന കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ കർത്താവ് അത് പണിത് മനോഹരമാക്കി തീർക്കുമെന്നുള്ള ഉറപ്പ് എന്റെ ഉള്ളിലേക്ക് കർത്താവ് തരാനായിട്ടില്ല. വചനത്താൽ ഓരോ വിഷയം വരുമ്പോഴും അങ്ങനെ സഹോദരങ്ങള് ഈ ഹസ്ബൻഡിന്റെ സഹോദരങ്ങളെ അങ്ങ് പിശാച് രണ്ടുപേർ, ഒരു സഹോദരനെ ഇളയ സഹോദരനെ രണ്ടാമത്തെ സഹോദരിയും അവര് മനഃപൂർവ്വം അല്ല, അവര് ആ പാരമ്പര്യത്തിൽ നിൽക്കാനുള്ള അവരെ അങ്ങ് വലിച്ചഴിച്ചിട്ട് എനിക്കെതിരെ പറയാനും ഇങ്ങനെ ഒരിടത്ത് പോകാൻ ഞങ്ങളെ നോക്കല്, പിന്നെ പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നം. അത് കഴിഞ്ഞ് പക്ഷെ ആ സമയത്തൊക്കെ എനിക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ന്യായവിധിയിൽ എനിക്കെതിരെ എഴുന്നേൽക്കും. ഞാനിങ്ങനെ വചനം പറയാൻ അങ്ങ് തുടങ്ങി. വചനം എന്നെ നിറയ്ക്കും, ഞാൻ വചനം പറയും. ആ വചനം എന്നെ അങ്ങ് ശക്തീകരിക്കുക. ഒരു സൈന്യം എന്റെ നേരെ പാളയം പറഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ എന്റെ ഹൃദയം നിർഭയമായിരുന്നു. വചനം നിന്നെ ശക്തീകരിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വല്ലാത്തൊരു അനുഭവങ്ങളിൽ സകല ആൾക്കാർക്കും ഭയം, ഞങ്ങളുടെ കുടുംബം തകർന്നു പോയെന്നാണ്. പക്ഷെ അമ്മയൊക്കെ എല്ലാവരും കരയുന്ന അനുഭവങ്ങൾ. പക്ഷെ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം നീതി നിമിത്തം മത്തായി 5:11 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്ക് ഉപദ്രവിക്കുക, എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. അപ്പൊ കഷ്ടത്തെ ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി. പക്ഷെ പിശാചിന്റെ പദ്ധതികളൊക്കെ തകർന്നു. പിന്നെ അവിടെ നിന്ന് ആള് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനു മുമ്പായിട്ട് തന്നെ ആ സഭയിൽ നിന്ന് പോന്നു. കാരണം ആ സഭ അവരോട് തന്നെ പറഞ്ഞു ഇനി അപ്പൊ അവർക്കും ഭയമായി. അതുകൊണ്ട് 2 മാസക്കാലം ഞാൻ വീട്ടിലിരുന്ന് ഞാനും കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ സൺഡേ സ്കൂൾ ഞാൻ എടുക്കും, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പത്രോസിന്റെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന പത്രോസിനെ വിടുവിച്ച അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലൂടെ ദൈവം എന്നോട് വചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഉറപ്പ്, പിന്നെ ആരെയും പേടിയില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്തു പോകാനായിട്ടിടയായി. അങ്ങനെ IPC പെരുമ്പാവൂർ സെന്ററിന്റെ ഒരു ചർച്ചില് കോതമംഗലത്ത് ഐക്യ ആരാധന നടക്കുകയായിരുന്നു. അവിടെ പോയി ആത്മാവിൽ എന്നെ അഭിഷേകമൊന്നും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ആത്മാവിൽ അങ്ങ് ഭയങ്കര ശക്തമായി ആരാധിക്കാനായിട്ട് അന്ന് മുതൽ എന്റെ മേലിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഭയങ്കര ഒരു ആത്മസാന്നിധ്യം ഇറങ്ങുമായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ ആത്മാവിൽ ഇങ്ങനെ എന്റെ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു അനുഭവം. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്താ സംഭവം, എനിക്ക് മാത്രം എന്താ പ്രത്യേകം. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന സമാധാനം സന്തോഷം ഇവർക്ക് അറിയില്ല. എന്റെ അമ്മ പറയും, മോളെ നിനക്ക് മാത്രം എന്തെങ്ങനെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അത് അഭിഷേകമാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഞാൻ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നെ എന്നെ അവിടെ പറിച്ചു നടന്ന അനുഭവമായിരുന്നു. അങ്ങനെ IPCയിലേക്ക് അവിടെ ചെന്ന് പിന്നെ അവിടെ വെച്ച് ഞാൻ അഭിഷേകം പ്രാപിക്കാനായിട്ടിടയായി തീർന്നു. അപ്പൊ അവിടെ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നിടത്ത് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചായിരുന്നു. എന്റെ ഫ്രണ്ടൊക്കെ ആയിരുന്നു. അവിടെ പരിശുദ്ധാത്മാന്റെ അഭിഷേകത്തെ കുറിച്ച് ഒരു ബ്രദർ ടീച്ചിങ് പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ പറിച്ചിടുന്ന ഒരു അനുഭവമായിരുന്നു. ഒക്കെ ദൈവാത്മാവ് അതാ ദർശനവും തന്ന് വെളിപ്പാടും തന്ന് അങ്ങനെ അഭിഷേകം നിറച്ച് പിന്നെ ഈ എതിരായി നിന്നവരെ ഓരോരുത്തരെയായിട്ട് കർത്താവ് വിടുവിച്ചു തന്നു. അങ്ങനെ ഇളയ സഹോദരനും ഉടനെ തന്നെ സ്നാനപ്പെട്ടു. അവര് എതിരായി നിന്ന ആ സഹോദരി, അതുപോലെ 3 സഹോദരിമാരും ആ സഹോദരനും സ്നാനപ്പെട്ടു. ഞങ്ങളിലൂടെ തന്നെ അവര് വിശ്വാസത്തിൽ കടന്നു വരാനായിട്ട് ഇന്ന് രാവിലെയും കൂടി ഇളയ സഹോദരി AG ചർച്ചിൽ അടിമാലില പറയാ 1 വർഷം മുമ്പ് ആസാദി TV ഒരു സാക്ഷ്യം കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ആന്റി അല്ല ചേച്ചിയുടെ സാക്ഷ്യം ഞങ്ങളെയൊക്കെ ചേച്ചി കൊണ്ടുവരാൻ ചേച്ചിയെ ഉപയോഗിച്ചതല്ലേ, ഞാനും പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച മതി വത്സേ, ദൈവം അതിന്റെ ടൈം ആകുമ്പോൾ കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ മോളിലൂടെയാണ് ഇപ്പൊ ഫാസ്റ്റ് പറഞ്ഞോണം അത് ദൈവം ഒരുക്കിയത്. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ പറയാ എന്റെ 1 വർഷത്തെ പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, ദൈവം തക്ക സമയത്ത് ഉപയോഗിക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു. ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു. അതായിരുന്നു ദൈവം. അപ്പൊ അങ്ങനെ അതിനുശേഷം അവരൊക്കെ വിടുവിക്കപ്പെട്ടു. പിന്നെ എന്റെ മാതാവ് 2003 സ്നാനപ്പെട്ടു. ഇപ്പോഴും ഇടയ്ക്ക് ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥ കാരണം സഹോദരങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോയെങ്കിലും വീണ്ടും ദൈവകൃപയെ ഉറച്ചു നിൽക്കുന്നു. പിന്നെ മൂത്ത സഹോദരിയുടെ മൂത്ത മകന്റെ വൈഫ്, 3ാമത്തെ മോളുടെ കുടുംബം, 3ാമത്തെ ചേച്ചിയുടെ മോള് കുടുംബം, 4ാമത്തെ ചേച്ചിയുടെ മോള് സൗദിയിൽ ഒറ്റപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെ ഓരോരുത്തരെയൊക്കെ വിടുവിയ. പിന്നെ ഈ ദേശത്തും അനേകരുടെ വിടുതലിനൊക്കെ ദൈവം സഹായിച്ചു. അതുപോലെ അതിനുശേഷം 2012
ആള് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. 9ാമത്തെ വർഷം സൗദിയിൽ നിന്ന്. എല്ലാ വർഷവും വരുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിനുശേഷം ആദ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് IPC ചർച്ചിൽ ഞങ്ങൾ പോയി, ആളും വന്ന് പിന്നെ ഇവിടെ കൺവെൻഷൻ നടത്തലും പിന്നെ ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. ആള് നല്ലൊരു മാറ്റത്തിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ 9 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ 2012 വന്നു. അതിനുശേഷം മൂത്ത മോളുടെ വിവാഹം നടന്നു. ഒരു കുഞ്ഞുണ്ടായി. 45 കുഞ്ഞുണ്ടാകുന്നതിന് അവള് കൺസീവായ സമയങ്ങളിലാണ് പ്രിയപ്പെട്ടവന് 2013 ഇങ്ങനെ വീണ്ടും വയറുവേദനയും പ്രശ്നങ്ങളായിട്ട് ആളങ്ങ് ക്ഷീണിച്ച് ഒരു കൺവെൻഷൻ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആൾക്ക് വയ്യാതെയായി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ക്യാൻസർ ആയിരുന്നു. എന്നാൽ വളരെ പ്രത്യാശയോടെ 8-9 മാസക്കാലം വളരെ അഗ്നിശോധനയുടെ കടന്നുപോയി. ആ സമയത്തൊക്കെ ദൈവം അതെ മൂത്ത മകൻ എന്ന് പറഞ്ഞ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുകയും വചനത്താലും എല്ലാ രീതിയിലും ദൈവം മുന്നമ്മയെ കൊണ്ടുവന്നതാണ്. ആ ദൈവത്തിന്റെ ഒരു മഹാകൃപയാണ് എന്നെ ശക്തീകരിക്കാനൊക്കെ. അങ്ങനെ ആ മോനെ ദൈവം ചേട്ടൻ പോയ സ്ഥാനത്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാൻ അവര് നിലമ്പൂരാണ്. എപ്പോഴും വരാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാ അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ കടന്നു വരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രീതിയിലും ഒരു പിതാവിനെ പോലെ സഹോദരനെ പോലെ അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ദൈവം തരുവാനായിട്ട് അഗ്നിശോധനയുടെ മധ്യ ദൈവവചനത്താൽ എന്നെ ശക്തീകരിച്ച് ധൈര്യപ്പെടുത്തി നിർത്തി. ആ സമയങ്ങളൊക്കെ മരിച്ചാലും ദൈവം എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ച സമയങ്ങളുണ്ട്. അതെ, ഹോസ്പിറ്റലിൽ കിടന്നാണ് ആള് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാൻ. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണെന്നുള്ള പോലും ഓർക്കാതെ അന്യഭാഷയിൽ ശക്തമായി ആരാധിച്ചു. ദൈവം ഇപ്പൊ എഴുന്നേൽപ്പിക്കും. ആ ഡെഡ് ബോഡി സെല്ലിൽ കൊണ്ടുവയ്ക്കുമ്പോഴും എന്റെ ചിന്ത ഇപ്പോഴും എഴുന്നേൽപ്പിക്കും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. നമുക്ക് ഉറപ്പുണ്ട് കർത്താവിന്റെ സന്നിധി അവിടെ സ്വർഗത്തിൽ ചെന്ന് കാണാമെന്നുള്ളൊരു പ്രത്യാശയുണ്ട്. വളരെ പ്രത്യാശയോടെ അതിനുശേഷം ഓരോ ദിവസവും ദൈവം അത്ഭുതരായിട്ട് നടത്തുന്നു. പിന്നെ 2ാമത്തെ മോള് അന്നേരം പഠിച്ചു കഴിഞ്ഞ് ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. പിന്നെ ഇളയ മോൾ പഠിത്തം കഴിഞ്ഞില്ലായിരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് തക്കതായ തുണകളെ അവർക്ക് നൽകി. 3 മക്കൾക്കും മൂത്താളും 3 കുഞ്ഞുങ്ങള്, 2 ആണും 1 മോളുമാണ്. 2ാമത്തെ ആൾക്ക് 2 മോള്. അവര് ഖത്തറില് വസ്റ്റേനി ഖത്തറില് സെറ്റിൽഡ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം 2 വർഷമായി അവര് UK വൈറ്റ് എഴുതി പോയി. അവിടെ ഇംഗ്ലണ്ടിന്റെ ദേശത്ത് നല്ലൊരു ചർച്ചിൽ അവരും ജോലിയോടുള്ള ബന്ധത്തില് ശുശ്രൂഷ തലങ്ങളിലും ദൈവം അവരെ ഉപയോഗിക്കുന്നു. ഇളയാളും ഒരു നല്ലൊരു ദേവദാസന്റെ മോനാണ്. ഒരു മോനുള്ളൂ. അവരും ആത്മീയ രീതിയിൽ ചർച്ചിനോട് ചേർന്നൊക്കെ വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫുൾ ടൈം മിനിസ്ട്രി ഇപ്പൊ മൂത്ത മകളെ ചർച്ച് മിനിസ്ട്രി ഉള്ളൂവെങ്കിലും മറ്റോരും ഏറ്റവും കൂടുതൽ പിന്നെ എന്റെ മക്കളെക്കാളും, മക്കൾ സ്നേഹമില്ലെന്നല്ല, അവരെക്കാളും സ്നേഹിക്കുന്ന 3 ആൺമക്കളെ എനിക്ക് മരുമക്കൾ എന്ന് പറയാൻ പോലും കഴിയത്തില്ല. കാരണം 6 മക്കളെ ദൈവം തന്നേക്കുന്ന 6 കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട്. ഇളയൊരു മോൻ കഴിഞ്ഞ വർഷം UK കടന്നു പോകാനും 2 മക്കളുടെ അടുത്ത് പോയി. എന്നാൽ എന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തം ഡെലിവറിയോടുള്ള ബന്ധത്തിൽ എന്റെ ഹസ്ബൻഡ് 4 രാജ്യങ്ങളിൽ കടന്നു പോയെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചില്ല. കുഞ്ഞുങ്ങളും കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തില് കർത്താവ് അയച്ചെങ്കിലും അവിടെ 2 സ്കോട്ട്ലൻഡില് ഗ്ലാസ്ഗോയിലാണ് ഇളയ മകള്. അവിടെ ചർച്ചില് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം തന്നു. അതുപോലെ ഇംഗ്ലണ്ടിലെ ഡാർലിംഗ്ടണിലാണ് ഇളയ മകള് കുടുംബം. അവരും ആ ചർച്ചിലും ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. യാതൊരു കഴിവില്ല, ഒരു 2 പേരോട് സംസാരിക്കാൻ പോലും യാതൊരു കഴിവില്ലാതിരുന്ന എന്നെ കർത്താവിന്റെ കൃപ ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ ലേഖനം 6 പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശില്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരുത്തരുത്. ഞാൻ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കും കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. രേഖയുടെ വിടുതലിനൊക്കെ ദൈവം ഉപയോഗിച്ച് ചർച്ചിനോട് ബന്ധപ്പെട്ടും അതുപോലെ ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ ഷീലാദാസാന്റെ ഫെലോഷിപ്പിലും ആക്റ്റീവായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അതുപോലെ ഞങ്ങള് വേറെ സഹോദരിമാരൊരുമിച്ച് ദൈവം തരുന്ന നിയോഗപ്രകാരം പല സ്ഥലങ്ങളിലും കടന്നുപോയി പരസ്യയോഗങ്ങളൊക്കെ ചെയ്യുവാനും അങ്ങനെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ തരുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദൈവകരങ്ങൾ ഏൽപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവൻ കർത്തൃസന്നിധി ചേർത്ത ആ സമയങ്ങളിൽ തന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. 2 വീലർ 4 വീലറൊക്കെ പഠിക്കുവാൻ. എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇന്ന് സഹോദരിമാരുമായിട്ട് പല സ്ഥലങ്ങളിലും വാഹനം ഓടിച്ചു പോകാനൊക്കെ ഈ പ്രായത്തിൽ കർത്താവ് കൃപ ചെയ്യുന്നു. എല്ലാം ദൈവത്തിന് പൂർണ്ണ മഹത്വം കർത്താവിന്. അതെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതെ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ
ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അതെ, ഈ സാക്ഷ്യം അനേകരുടെ പ്രയോജനത്തിന് കാരണമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവൾ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ എവിടെയൊക്കെ താഴ്മ ധരിച്ചു അവിടെയൊക്കെ ദൈവത്തിന്റെ വൻ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഓരോ കാര്യങ്ങൾ, ഏത് തടസ്സങ്ങൾ വന്നാലും ഞാൻ ദൈവസ്ഥാനത്തിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുമ്പോൾ, എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഞാൻ അത്ഭുതകരമായ വിടുതൽ ഓരോ കാര്യങ്ങൾ, എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ എനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൻ കടന്നുപോയപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. അതെ, ഹന്നയോട് പറഞ്ഞു, എൽക്കാന പറഞ്ഞു, 10 പുത്രന്മാരെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ 10 ഭർത്താക്കന്മാരെക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. യെശയ്യാ 54:5 പറഞ്ഞതുപോലെ നിന്റെ സൃഷ്ടിതാവാണ് നിന്റെ ഭർത്താവെന്ന്. നല്ല ആത്മമണാളനായി, നല്ല പിതാവായി, സഖിയായി ഇതുവരെ കൂടെ ഇരുന്നു. ഓരോ കാര്യങ്ങളും അത്ഭുതകരം. എനിക്ക് ഒരു കഴിവില്ലാതിരുന്ന സ്ഥാനത്ത് അതെ 4-5 പ്രാവശ്യം 40 ദിവസം പൂർണ്ണമായി ഉപവസിക്കുവാനും, പല വർഷങ്ങളിലും 2 പ്രാവശ്യമൊക്കെ 21 ദിവസം ഉപവസിപ്പാൻ, 10, 7, 3 ഉപവാസം എന്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. എന്നാൽ ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് വേണ്ടതുപോലെ പൂർണ്ണമായിട്ട് ഉപവസിക്കുക കുറവാണ്. എങ്കിൽ കൂടെ കർത്താവ് അതിനും കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, 2020 എനിക്ക് ശക്തമായ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. 2 വീലർ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഉറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എന്റെ ഉണ്ടായി. ഒരു കാറ് നിർത്തിയിട്ടായിരുന്ന, കാറ് ചെന്ന് ഇടിച്ച് കാറിന്റെ ബാക്കൊക്കെ തകർന്നു പോയി, എന്റെ വണ്ടി തകർന്നു പോയി, എന്റെ മൂക്കൊക്കെ ചെന്ന് ഇടിച്ച് ഗ്ലാസ്സിൽ തകർന്നു പോകേണ്ടതായിരുന്നു. കഴുത്തിലൊക്കെ ഗ്ലാസ് കയറി. അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് സൗഖ്യം നൽകി. അന്ന് ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് സർജറിയൊക്കെ, ബ്ലീഡിങ് മൂക്കിൽ നിന്നൊക്കെ ഉണ്ടായി. എന്നാൽ എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥന, ദൈവകൃപയാൽ, ദൈവത്തിന് എന്നെ കുറിച്ച് ദൈവിക ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് വീണ്ടും കർത്താവ് ആയുസ് നീട്ടി തന്നു. അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തെ കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. എല്ലാ കർത്താവിന്റെ അത്ഭുതകരം ഇതുവരെയും കൂടെ ഇരുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇതിന് അവസരം തന്ന കർത്താവ് ദാസിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് പൂർണ്ണമായ മഹത്വം കർത്താവിന് കരയേറ്റിക്കൊണ്ട് സാക്ഷ്യത്തെ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിനെ പിൻപറ്റുന്നവർ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കുക. ക്ഷമയോടുകൂടി നാം കാത്തിരുന്നാൽ മതി. ഒരു കൂട്ടായ്മയ്ക്ക് ചെന്നു അവിടെ സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിലെ കുറവാണ് നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ വ്യത്യാസം വരാതിരിക്കാൻ കാരണം. നമ്മൾ ഏറ്റുപറയുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തെ മാറ്റുന്നെങ്കിൽ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളൊരു സന്ദേശം സ്വീകരിച്ചു. സിസ്റ്റർ അത് ഏറ്റുപറഞ്ഞ് ആ ദിവസങ്ങളിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വ്യത്യാസം ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യുന്നതിലും നമ്മൾ തന്നെ ചേഞ്ച് ആവുകയാണെങ്കിൽ, നമ്മൾ തന്നെ മാറുകയാണെങ്കിൽ, നമ്മൾ തന്നെ പ്രാർത്ഥിക്കുകയും കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ടാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം, കഷ്ടത ചോദിച്ചു വാങ്ങി, കഷ്ടത തരണേ. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളല്ലേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടത ഭാഗമാണ്, കഷ്ടത നമ്മളെ ശുദ്ധീകരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, എന്നാൽ കർത്താവ് എനിക്ക് കഷ്ടത തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ഇത് മറന്നു പോകുന്നു. ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം ആകത്തില്ല. നമ്മൾ പിന്നെ ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മതി കർത്താവേ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം കേട്ടോ സിസ്റ്റർ, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. അത്രയൊന്നും എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല കർത്താവേ, സഹിക്കാവുന്നതേ തരാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി. നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ മതിയേ എന്ന് വിളിച്ച് പറയേണ്ടി വരും. നല്ലൊരു പാഠമായിരുന്നു സിസ്റ്റർ പറഞ്ഞ കാര്യം, നല്ലൊരു പാഠമായിരുന്നു. ജീവിതത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ, അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, കഷ്ടതയുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ സഹിക്കാവുന്നതിനപ്പുറം തരരുതേ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ എന്നാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത്, പരീക്ഷ തരണേ എന്നുള്ളതല്ല പ്രാർത്ഥനയുടെ വിധം. കർത്താവെ സൂക്ഷിക്കണം, കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമാകുന്ന, കൂടുതൽ പക്വമാകുന്ന പ്രാർത്ഥന എന്നൊരു പാഠം കൂടെ നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഭർത്താവിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ഒത്തിരി പാഠങ്ങൾ അറിയാതിരിക്കുന്നതാണ് ചിലപ്പം ചില വിടുതലിന് കാരണം.
നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്നേരം അത് ചെയ്യത്തില്ല. അതെ. പക്ഷേ ആ അറിവില്ലായ്മയുടെ കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അത്ര അറിയാത്തത് കൊണ്ട് ചെയ്തു. എന്നാൽ ഞാനൊരു സത്യം പറയും കേട്ടോ, മറ്റു പരപുരുഷന്മാരുടെ തലയിൽ നമ്മൾ പോയി കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, സ്ത്രീകൾ പുരുഷന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുതെന്ന്. സ്വന്തം ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് തോന്നുന്ന കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അതൊരു അനുഗ്രഹമാണല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത്, സ്ത്രീയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല പുരുഷൻ അത്ര അധികാരം, അതുപോലെ തന്നെ പുരുഷൻ്റെ ശരീരത്തിന്മേൽ അവനല്ല അവൾക്കാണ് അധികാരം. അങ്ങനെ ഒരു ബന്ധമാണ്. എൻ്റെയും നിൻ്റെയും ശരീരമെന്ന് വ്യത്യാസമില്ല. പുരുഷൻ്റെ ശരീരം നമ്മുടെ സ്വന്തം ശരീരമാണ്, ഒരു ശരീരമാണ്. അതുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചതൊന്നും തെറ്റല്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അങ്ങനെ പ്രാർത്ഥിക്കാം, അത് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച പല ദൈവമക്കളെ എനിക്കറിയാം. അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു സാക്ഷ്യം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരെയൊക്കെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സിസ്റ്ററെ. പ്രിയപ്പെട്ട സിസിലി സിസ്റ്റർ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോട് കൂടാ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, സമയം കർത്താവിന്റെ പാദവീട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടികൾ കടന്നുപോയ അവസ്ഥകളിലൂടെ, വേദനകളുടെ, ഭാരങ്ങൾ, പ്രതിസന്ധികളോട് ആരോടും പറയാൻ കഴിയാതെ വണ്ണം ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതിവേഗം ഉടന്ന് വചനത്തിന്റെ ശക്തിയാൽ ശരീരാത്മദേഹിയുടെ അത്ഭുതകരമായ സൗഖ്യങ്ങളും വിട നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാരഹോവടേന്മേൽ വെച്ചുകൊള്ളുവാൻ നിന്നെ പുലർത്ത് നീതിമാൻ കുലുങ്ങിപ്പോരുന്ന ആള് സമ്മതിക്കയില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റില്ലായ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ ക്രിസ്തുവേശുവിൽ കാക്കുന്നു. വചനമയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായുത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധിമജ്ജകളെ വേർപിടിവിക്ക് വരെ തുളച്ചെഴുതും. ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വേദിക്കുന്ന വചനത്തിന്റെ ശക്തി തകർന്ന കുടുംബങ്ങളെ ക്രിസ്തുവിൽ പണിതെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ രോഗത്തോടെ, ഭാരത്തോടെ, വേദനയോടെ കടന്നു പോകുന്നവർക്ക് വചനമയച്ച് പൂർണ്ണ സൗഖ്യം വിട നൽകണമേ. മാനസിക മണ്ഡലങ്ങളിൽ തകർന്നിരിക്കുന്നവരെ വചനമയച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് കർത്താവെ ഡോക്ടർമാരെക്കാൾ വലിയ അങ്ങയുടെ വചനത്തിന്റെ ശക്തി, ഏത് കീമോയേക്കാളും റേഡിയേഷനേക്കാളും ശക്തിയുള്ള അങ്ങയുടെ വചനത്തിന്റെ ശക്തി, സകല പ്രപഞ്ചത്തെ നിങ്ങളുടെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന അങ്ങയുടെ വചനമയച്ച് പൂർണ്ണമായ വിടുതൽ ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവെ അതിവേഗപ്പെടുന്ന വചനത്തിന്റെ ശക്തി അയച്ച് അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പന് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. നല്ല മാതാവായി, നല്ല സഖിയായി, നല്ല പിതാവായി കർത്താവേ, നല്ല ആത്മമണാളനായി ഓരോ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണമേ. താവേ, വിധവമാരായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല കാന്തനായി, നല്ല ആത്മമണാനായി കൂടെ ഇരിക്കണമേ. പിതാവില്ലാത്തവർക്ക് നല്ല പിതാവായി, മാതാവില്ലാത്തവർക്ക് നല്ല മാതാവായി, സഹോദരങ്ങളില്ലാത്തവർക്ക്, താവേ മക്കളില്ലാത്തവർക്ക് കർത്താവ് എല്ലാവരും താവേ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദനയോടെ, ഭാരത്തോടെ, രോഗത്തോടെ ഒക്കെ ആയിരിക്കുന്നവർക്ക് അത്ഭുതകരമായി വിടു നൽകണമേ. കർത്താവിന്റെ ദാസനെയും ദാസിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷയിൽ അനേകായിരങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ലക്ഷങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഒരു ഉറവിനായി കർത്താവ് സാക്ഷ്യങ്ങളൊക്കെ മുഖാന്തരങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങൾ, രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിവേഗമുള്ള പരിശുദ്ധ ആത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ദേശങ്ങളിൽ മേൽ വലിയ ഉണർവയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇടങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വത്തിന് എടുക്കണമേ. സകല വടികൾക്കായി ജീവച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, തന്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നടുവിൽ വന്ന് അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി പറയുകയാണ്. പ്രേക്ഷകരോട് നന്ദി പറയുക. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.